പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം പുസ്തകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കണ്ടുവന്നത് വടക്കൻ ഇസ്രായേൽ അസ്തമിച്ചു. അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് വാസ്തവത്തിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ അങ്ങ് ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നത്. അതായത് ഉടമ്പടിയോടുള്ള അവിശ്വസ്തത, രണ്ടാമത്തേത് അതിന് നേരെ വിപരീതമായ വിഗ്രഹാരാധന. ഇതാണ് അവരുടെ അസ്തിത്വം തകർത്ത് കളഞ്ഞത്. BC 721 അസീറിയൻ രാജാവ് തകർത്ത് തരിപ്പണമാക്കിയതിനെ പിന്നെ വടക്കൻ ഇസ്രായേൽ എന്നുള്ള രാജ്യം പിന്നെ ഉണ്ടായിട്ടില്ല. അത് ഒരു വലിയ ചരിത്ര സത്യമാണ്. ഇന്നും എന്നും പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. ദൈവത്തോടുമ്പടിക്ക് വിരുദ്ധമായിട്ട് പോവുക, അതിൻ്റെ ഫലമായിട്ട് ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിന് നിലവാരം തകരും. അതോട് ചേർന്നുകൊണ്ട് മനുഷ്യൻ തെറ്റിച്ചു വെച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ ദൈവ ആരാധന തന്നെ ഒരു വൈപരീത്യമായിട്ട് മാറി ജീവിതത്തെ തകർത്ത് കളയും. അത് എല്ലാ കാലത്തും നടക്കുന്ന കാര്യം തന്നെ. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് വചന സന്ദേശം എന്ന് പറയുന്നത് നാം അതിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ട കാര്യം. അതുകൊണ്ടാണത് തിരുവചനം ഇങ്ങനെ ചരിത്ര സന്ധിയായ കാര്യങ്ങൾ, ബന്ധിയായ കാര്യങ്ങൾ അതേപടി ആവിഷ്കരിച്ചിരിക്കുക, ഒരു മാറ്റവും ഇല്ലാതെ. അതേ സമയത്ത് ദൈവശാസ്ത്ര വീക്ഷണത്തോടുകൂടി വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ വരാൻ പോകുന്ന എല്ലാ തലമുറയ്ക്കും ഒരു മുന്നോടിയും താക്കീതുമായിട്ട് നിൽക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പം പറഞ്ഞു വരട്ടെ, നമ്മൾ BC 721 അതായത് ഈ വടക്കൻ ഇസ്രായേൽ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പിന്നീട് ഒരു 1.5 നൂറ്റാണ്ടോളം, ഏതാണ്ട് 1.5 നൂറ്റാണ്ടോളം ഇങ്ങനെ യൂത തുടർന്നു. പ്രധാന കാരണം നമുക്ക് ഊഹിക്കാമല്ലോ, ജെറൂസലേം ദേവാലയത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് അത്രയും നാളെ പിടിച്ചിരുന്നു. പിന്നെ അവിടെയും ഈ വലിയ പാകപ്പിഴ വന്നപ്പോഴാണ് അത് വീണ്ടും ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് പോകാനായിട്ട് ഇടയായി. BC 587 ആ അടിമത്തത്തിലേക്ക് പോകാൻ രണ്ടാമത്തെ അടിമത്തമാണത്. അപ്പം അത് നമ്മളിന്ന് കാണുന്നത് BC 8-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടി അസീറിയ അങ്ങ് ശക്തി ആർജിച്ചു, വൻ സാമ്രാജ്യമായിട്ട് തീർന്നു. അപ്പോൾ അതേ സമയത്ത് ചെറു രാജ്യങ്ങളൊക്കെ വിധത്തിൽ പറഞ്ഞാൽ സാമന്ത രാജ്യങ്ങളായി കപ്പം കൊടുത്ത് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ചെറു രാജ്യങ്ങളായിട്ട് പരിണമിച്ചു. ഇവരുടെ മേധാവിത്വം നിലനിന്നു. നമുക്ക് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചതുപോലെയുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ BC 745 തിഗ്ലാപ്പിലേസർ മൂന്നാമൻ എന്ന രാജാവിൻ്റെ നേതൃത്വത്തിലാണ് കൂടുതൽ അസീറിയ ശക്തിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളും നിലപാടുകളും ഒക്കെ കടന്നാക്രമണം നടത്തിയിട്ട് മറ്റുള്ളവരെ കീഴടക്കുക എന്നതായിരുന്നു. ഇപ്പോൾ 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആയപ്പോഴത്തേക്കും കിഴക്ക് ബാബിലോൺ, നേരെ പടിഞ്ഞാറ് ഈജിപ്ത്, അങ്ങനെ സാമ്രാജ്യങ്ങൾ ശക്തി ആർജിക്കുക. അസീറിയ മറ്റൊരു ഭാഗത്ത് ഇതെല്ലാം ശക്തി ആർജിക്കുക. BC 612 ബാബിലോൺ ചക്രവർത്തിയായ നെബോപ്പലൈസർ അസീറിയയുടെ തലസ്ഥാനമായ നിനിവെ അവർ കീഴടക്കി. നിനിവെ അറിയാമല്ലോ, യോനാ ദീർഘദർശി പോകാൻ പറഞ്ഞിട്ട് പോകാൻ സ്ഥലം നിനിവെ പോയി കീഴടക്കി ആ പ്രദേശം. അപ്പോൾ അതിന് ശേഷം അത് പുതിയ സാമ്രാജ്യ ശക്തിയായിട്ട് തീരുകയാണ്. അപ്പോൾ ബാബിലോൺ വലിയ ശക്തിയായിട്ടങ്ങ് തീർന്നു. ബാബിലോണിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയുന്ന ഭാഗങ്ങൾ ഒരുപാട് കാര്യം നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. പ്രഭാത നക്ഷത്രമേ, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ വീണു ആകാശത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ പശ്ചാത്തലത്തിലാണ് കടന്നു വരുന്നത്. അപ്പോൾ ഏതാണ്ട് 3/4 നൂറ്റാണ്ടിന് ശേഷം BC 538 ഈ ചക്രവർത്തിയെ സൈറസ് ചക്രവർത്തി കീഴടക്കുകയും അങ്ങനെ ഇസ്രായേൽ അവിടെ സ്വതന്ത്രമാകുകയും രണ്ടാമത്തെ ദേവാലയം പണിയുന്ന വഴിയിലേക്ക് തിരികുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഗതിവിഗതികൾ, ഈ സാമ്രാജ്യങ്ങൾ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ കടന്നു വരുന്നത് ഇവിടെ. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യങ്ങളുടെ ചരിത്രം കൂടി നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചരിത്രബന്ധിയാണ് ദൈവിക വെളിപാടെന്ന് പറയുന്നത്. അഭേദ്യം ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് പറയാം. അപ്പം സമറിയായുടെ പതനം, ജെറുസലേമിൻ്റെ പതനം 587, സമറിയായുടെ പതനം BC 721. അപ്പോൾ സമറിയായ്ക്ക് സംഭവിച്ചത് തന്നെയാണ് യൂദായ്ക്ക് സംഭവിച്ചത്. പക്ഷേ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞാണെന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനാ മാറ്റം ഭവിച്ചിരിക്കുന്നത്. തകർച്ച എപ്പോഴും
ദൈവവിശ്വാസത്തോട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ നിരീശ്വരന്മാരായിട്ട് കൊട്ടിക്കൊഴിച്ച് ഇപ്പം കൊണ്ടുള്ള കുറേ പേര് ഇങ്ങനെ നിരീശ്വര പ്രസ്ഥാനത്തിലെ ആൾക്കാരൊക്കെയാണ് കുറേ കാര്യങ്ങളെല്ലാം എല്ലാ മതങ്ങളും മിഥ്യയാണ്, മഞ്ഞം തെറ്റിച്ചതാണ്, എല്ലാ മതഗ്രന്ഥങ്ങളും ചുമ്മാ കള്ളത്തരം എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് അടക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ നടക്കുന്നവരെ ഒരു കാര്യം ഓർത്തുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു ശൂന്യതയില്ലേ? എന്തിനെ കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം നിറച്ചിരിക്കുന്നത്? നിരീശ്വരത്വം വന്നു കഴിഞ്ഞാൽ നിരീശ്വരത്തിനകത്തുനിന്ന് എന്താ ശക്തി കിട്ടുന്നത്? ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എപ്പോൾ പോയാലും നമ്മൾ തകരുകയുള്ളൂ. അവസാനം നിലവിളിക്കേണ്ടതായിട്ട് വരും. വലിയ ആൾക്കാർ വോൾട്ടയറിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. അധികം താമസിയാതെ തന്നെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി കാണുകയില്ല, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ കാണില്ല എന്ന് പറഞ്ഞ് പ്രവചിച്ച ആ വലിയ മഹാനെ, അതായത് സ്വന്തം വീട് ബൈബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് ബൈബിൾ ഉദാഹരണ കേന്ദ്രമാക്കി മാറ്റി. വൈരുദ്ധ്യങ്ങൾ കണ്ടില്ലേ? അപ്പം അതുകൊണ്ട് ചരിത്രത്തിൽ ഇങ്ങനെ നിരീക്ഷകന്മാരൊക്കെ വന്നവരൊക്കെ ചെന്ന് പോയി തലകുത്തനെ വീടുള്ള അനുഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അപ്പം 134 വർഷം എഴുന്നൂറ്റി ശേഷം കഴിഞ്ഞാണ് യൂദായുടെ തകർച്ച എന്ന് പറയുന്നത്. അതിനിടയിൽ 8 രാജാക്കന്മാർ ഭരിച്ചു. നമ്മളതാ കാണാൻ പോകുന്നത്. 8 രാജാക്കന്മാർ ചിലർ ദൈവത്തിന് മുമ്പിൽ നീതി പ്രവർത്തിച്ചു. അങ്ങനെയാണ് ജോസിയായും ഹെസേക്കിയ ഇങ്ങനെ 2 രാജാക്കന്മാർ വാസ്തവത്തിൽ നീതി പ്രവർത്തിച്ചവരായിട്ട് കാണുന്നത്. അവരനുഗ്രഹിക്കപ്പെടുന്നവർ. അവർ നമുക്ക് ഇന്നും എല്ലാ കാലത്തും മാതൃകയായിട്ട് നിൽപ്പുണ്ട്. അവർ പ്രശംസിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥകാരന്മാർ പ്രശംസിക്കുന്നുണ്ട്. ഉറച്ചു നിൽക്കുന്ന വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ട്, അതുപോലെ തന്നെ വിഗ്രഹങ്ങളുടെ അംശങ്ങൾ തുടച്ചു നീക്കാനും ഒക്കെ മുൻപന്തി നിന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ അത് ആ കാലഘട്ടത്തിൽ ദുർബലമാണ്. രാഷ്ട്രീയ മേഖല ഇസ്രായേൽ അല്ലെങ്കിൽ യൂദായ സംബന്ധിച്ച് ദുർബലമാണെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ മേഖലയും രക്ഷാകര ചരിത്രത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് ഭവിച്ചു. പലപ്പോഴും നമ്മൾ വിചാരിക്കും ചില വല്ലാത്ത സങ്കീർണ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? നമ്മളെല്ലാം ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ രീതിയിൽ ശത്രു ഈ ബലം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് അനങ്ങാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നോക്കി FCRA എന്ന് പറയുന്ന ഞാനിപ്പോൾ പാർലമെൻറ്റിൽ അടുത്ത ആഴ്ച ചർച്ച ചെയ്യാൻ പോകാമെന്ന് പറയും. അയ്യോ, FCRA വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ എന്താ ചെയ്യുന്നത്, നമ്മളെല്ലാം കൂച്ചുവില കിടുമെന്നൊക്കെ ചിന്തിക്കുന്ന ഭയം നമ്മുടെ ആ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം കേട്ടോ. ഈ FCRAയും കൂച്ചുവിലങ്ങും ഒന്നുമല്ല കർത്താവിൻ്റെ രാജ്യം പ്രചരിപ്പിക്കുന്നത്. അത് സുവിശേഷം തന്നെയാണ്. അത് ഏത് സാഹചര്യത്തിൽ പ്രഘോഷിക്കപ്പെടുകയും അതിൻ്റെ ശക്തിയെ താർക്കാൻ ആർക്കും പറ്റില്ല. പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് നമ്മളെ സംവിധാനങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലേ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ അതിനകത്ത് പൂട്ടപ്പെട്ട് കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സുവിശേഷത്തിന് ചൈതന്യം ഏറ്റെടുത്ത് കഴിയുമ്പോഴല്ലോ ഇത് നമ്മുടെ ജോലിയല്ലെന്നേ, അത് ഈശോയുടെ ജോലിയാണ്. നമ്മളെ ഉപകരണമാക്കുന്നു. നിങ്ങൾ പോകുകയും സുവിശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കേണ്ടത്? ഏത് ശക്തി വന്നാലും ശരി, എന്നെ FCRA വന്നാലും ശരി, ഏതെല്ലാം വിദേശമുണ്ടോ, ഏത് ഫണ്ടായി മുടക്കിയാലും ശരി, അതിലൊന്നും ഒരു കാര്യമില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജ്വലിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോസ്തലന്മാരെ എന്ത് സ്വാതന്ത്ര്യം, എന്ത് സാമ്പത്തിക സൗകര്യം കിട്ടിയിട്ട് അവരിങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. അവർ വൻ ഭയങ്കര ജയിലുകൾക്കുള്ളിൽ ബന്ധിതരായിട്ട് സുവിശേഷം പ്രഘോഷിച്ചില്ലേ? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ധീരതയോടെ പ്രസംഗിക്കുന്ന നല്ല സുവിശേഷം നമുക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ ഇതിനെയൊന്നും നമ്മൾ ആരും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. മറ്റ് ഭൗതിക ശക്തികൾ വിചാരിക്കുന്ന അടിച്ചമർത്താവുന്ന, എന്തിനെ അടിച്ചമർത്താവുന്ന? ശരീരത്തെ. നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെ കൊല്ലുന്നതിനെ, ആത്മാവിനെയും ശരീരത്തെ ഒരുപാട് നശിപ്പിക്കുന്നത് ഭയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമാണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കുമായിട്ട് പറയാം, സൈഡായിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയൊക്കെ താരതമ്യം ചെയ്യാനായിട്ട് ഈ രാജാക്കന്മാരുടെ രാജ്യത്തിൻ്റെയൊക്കെ ഉയർച്ചയും താഴ്ചയും നമുക്ക് പ്രയോജനപ്പെടും. അവിടെയൊക്കെ ജീവിക്കുന്ന വിശ്വാസം അവരെ വിജയിപ്പിക്കുന്നതും വിശ്വാസ തകർച്ച അവരെ പരാജയപ്പെടുത്തുന്നതും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നവർ ഇന്ന് അന്ധകാരത്തിൽ ചെന്ന് വീഴുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സഭ, ഇന്ത്യയിലെ സഭ ഇതൊന്നും വലിയ പീഡനമൊന്നുമല്ല. പീഡനങ്ങളെക്കുറിച്ച് ധാരാളം റിപ്പോർട്ട് ചെയ്തു, നല്ല കാര്യങ്ങൾ തന്നെയാണ്, പീഡനങ്ങളുണ്ട് താനും. പക്ഷേ കമ്പയർ ചെയ്ത് ആലോചിച്ച് നോക്കുകയും നൈജീരിയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയും സിറിയയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയും ഇതൊക്കെ പൂർണ്ണ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നില്ലേ? ഇങ്ങനെ പല രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കമ്പയർ നോക്കുകയും ഈജിപ്തിൽ നടക്കുന്ന ഒന്ന് കമ്പയർ നോക്കുകയും കോപ്റ്റിക് ക്രൈസ്തവരുടെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുകയും
അത് വെച്ച് താരതമ്യം ചെയ്താൽ നമുക്കിവിടെ എന്ത് പീഡനം ഉണ്ടായിരിക്കണം. തലയുയർത്തി പിടിച്ച് നടന്നുകൊണ്ട് സുവിശേഷം പ്രവേശിക്കണം, സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആരെയും വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും അതിനനുസരിച്ച് താല്പര്യപ്പെടുന്നവരെയും കൊണ്ട് കൂടെ ചേർക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന നമുക്കുള്ളത്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് മതപരനിരത നിയമമൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ധൈര്യമുള്ള സമൂഹത്തിന് മുമ്പിൽ ഇതൊന്നും ഏശിയില്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കും. പോട്ടെ, അത് നമ്മുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചരിത്രം മനസ്സിലാക്കണം. അതിനകത്ത് ദൈവിക വെളിപാട് ഇറങ്ങി വന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച ആളുകൾ വിജയം മനസ്സിലാക്കാൻ വേണ്ടി അസാധ്യമായത് മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാകുന്ന സാഹചര്യങ്ങളെ തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ കൂടെ പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നോക്കാം ആ കാര്യത്തിലേക്കൊക്കെ. അതായത് 2 രാജാക്കന്മാരെ കുറിച്ച് വളരെ പ്രശംസിച്ച് പറയുന്നത്. ഒന്ന് ജോസിയ രാജാവ്, മതനവീകരണം നല്ല ഭംഗിയായിട്ട് നടത്തുക. പക്ഷേ അതിന് പശ്ചാത്തലം ഒരിക്കലും ഹെസക്കിയ രാജാവ്. ഇത് 2 രാജാവ്. ഹെസക്കിയ ഒരുക്കിയ വലിയ പശ്ചാത്തലത്തിൽ നിന്നാണ് ജോസിയ രാജാവ് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇടയായത്. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള യേശയ്യ, മിഖ, നാഹൂം, അതുപോലെ ഹബക്കൂക്ക്, സെഫാനിയ, ജെറമിയ, എസക്കിയൽ എന്നീ പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. നമുക്ക് ഈ പ്രവാചകന്മാർ നമ്മളെന്നും കേൾക്കുന്നതാണല്ലോ, വിശുദ്ധ വിലയിലൊക്കെ വായിക്കുന്ന. പലപ്പോഴും നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം വായിക്കുമ്പോൾ നമ്മളെന്താ വായിക്കുന്ന ആളിനും അറിയത്തില്ല, കേൾക്കുന്ന ആളിനും അറിയത്തില്ല, വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ട ആളുകൊണ്ട് പഠിക്കുകയില്ല. ഇതിൻ്റെ ആ ഒരു വല്ലാത്ത അവസ്ഥ നമുക്കുണ്ട്. ദൈവവചനമാണത്. പ്രതിസന്ധികളിൽ എങ്ങനെയാണ് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നതിനുള്ള ഒന്നാന്തരം വിരൽ ചൂണ്ടികളും വഴികാട്ടികളുമാണ് ഈ പ്രവാചകന്മാരും. അതാ പശ്ചാത്തലം, രാജ്യത്തിൻ്റെ പശ്ചാത്തലവും രാഷ്ട്രീയ സാഹചര്യം അറിയാത്ത ഒരാളത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ സാഹചര്യം ഇന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റേണ്ടതാണ്. ഇപ്പോഴത്തെ ജെറമിയ പ്രവാചകനൊക്കെ എടുത്ത് പറഞ്ഞ് എന്നതാണ് എത്ര നാൾ ഇത് പഠിച്ചാലേ ശരിയാന്ന്. അതുപോലെ തന്നെ എസക്കേലിൻ്റെയൊക്കെ യേശയ്യായുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊരു പ്രവചനങ്ങൾ ഈശോ മിശിഹായെക്കുറിച്ച് തൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു. താൻ സഹിക്കാൻ പോകുന്ന 53 അധ്യായത്തിലൊക്കെ എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറായെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ദാഹം ഉള്ളിലുണ്ടാവും, വലിയൊരു ആവേശമുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ, ഉള്ളിൽ ഈ ആവേശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് അകത്തോട്ട് മുങ്ങാൻ പറ്റുള്ളൂ. മുങ്ങിത്തപ്പി കുളിച്ച് കയറി കഴിയുമ്പോൾ നമുക്ക് വളരെ ഫ്രഷായിത്തീരും. അതിന് വേദപുസ്തകത്തിലേക്ക് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രന്ഥങ്ങൾ വായിച്ച് തീർത്തിട്ട് ബോറടിക്കാനുള്ളതല്ല. അതിൻ്റെ പിൻപിലെ അരൂപ ഉൾക്കൊണ്ടുകൊണ്ട് വേദവിശുദ്ധ ഗ്രന്ഥകാരന്മാർ നയിക്കുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് പരിപാലനയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. വേദപുസ്തകം എല്ലാം മുഴുവൻ പഠിച്ചു തീരുമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് വേദപുസ്തകം എല്ലാം അറിയാം, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ 10 പ്രാവശ്യം വായിച്ച് തീർന്നിട്ടുണ്ട്, ഞാൻ എഴുതി എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ നല്ല കാര്യങ്ങൾ, അതിലൂടെയൊക്കെ നമുക്ക് പ്രചോദനം കിട്ടും. പക്ഷേ അതുകൊണ്ട് ദൈവത്തിനെ മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ആരും കരുതേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയൊക്കെ ഇപ്പോൾ അപേക്ഷപൂർവ്വം ഈ പ്രായത്തിൽ പോലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുക? നിങ്ങൾ വല്ലതും വിചാരിക്കുന്നില്ല, പഠിച്ചങ്ങ് പറയുന്നതല്ല, പഠിച്ചു കൊണ്ട് പറയുന്നതാണ്. അതായത് വീണ്ടും വീണ്ടും പഠിച്ചു എന്ന് പറയുന്നത്. കാരണം എന്തിനെ പഠിച്ചാലും തീരെയില്ലാത്തൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. പഠനത്തിന് ആവശ്യമായ മെത്തഡോളജി കിട്ടി. ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ വേദപുസ്തകം പഠിക്കാൻ അവസരം തമ്പുരാൻ തന്നു. അത് ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റോമിൽ പോയി പഠിച്ചതിന് അതിന് ശരിയായ രീതി വ്യാഖ്യാനിക്കാനുള്ള പരിശീലനമൊക്കെ കിട്ടി. അത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ഇത് ഒരു മെത്തഡോളജിക്ക് നൽകുന്ന അംഗീകാരം അതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് ഡോക്ടറേറ്റ് എന്ന് പറയും. പിന്നെ തന്നെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്തേക്ക് മുങ്ങിത്തപ്പി രത്നങ്ങൾ പൊക്കിയെടുക്കാൻ കഴിയുന്നത്. അത് തുടർച്ചയായിട്ട് മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയ. അതൊരു വേദപുസ്തകം പഠിച്ച് തീർന്നു വെച്ചാൽ ഒന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ അച്ഛനെ പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണല്ലോ, അച്ഛൻ ഡോക്ടറേറ്റ് എഴുതി പുതിയ നിയമത്തിലാണല്ലോ, വേണ്ടേ പുതിയ നിയമത്തിൽ എടുക്കാതെ? അത് ശരിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ പഠിക്കുക കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് കൂടിയാണ്, കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള താല്പര്യം. ആ പഠിക്കേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പരസ്പരം നമ്മൾ ബന്ധത്തിൽ വളരുകയാണ്. അപ്പം അതുകൊണ്ട് ആ താല്പര്യത്തെ നോക്കണം. നമുക്ക് രാജാക്കന്മാരുടെ അവസാന ഘട്ടങ്ങൾ, യൂദാ രാജാക്കന്മാരുടെ ഘട്ടങ്ങളിലേക്ക് പറഞ്ഞു വരിക. അപ്പോൾ ആ വിശ്വാസവും ഉടമ്പടിയും വിശ്വസ്തതയും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ഉടമ്പടിയുള്ള വിശ്വസ്തത, ഒപ്പം തന്നെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളുണ്ടെങ്കിൽ അത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട് ഉൾപ്രേരണ നമുക്ക് പ്രധാനം ചെയ്യും. ദൈവം അതിന് ഫലം ഉണ്ടാകുകയും ചെയ്യും. തന്നെ ദൈവ വെളിപാടിൻ്റെ കടന്നു വന്നിട്ടുള്ള ഈ ഭാഗങ്ങൾ ഇതൊക്കെ രേഖകളല്ലേ. അതുപോലെ തന്നെ ഭൗതികമായ രാഷ്ട്രീയ രേഖകളും ഇതൊക്കെ ഉണ്ട്. അതായത് എടുത്തു നോക്കിയാൽ ബൈബിളിന് പുറമേ
പിന്നെ സീരിയ, ബാബിലോൺ, ഈജിപ്ത് എന്നീ സാമ്രാജ്യങ്ങളുടെയൊക്കെ പ്രവർത്തികളെക്കുറിച്ച് രേഖകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഇതൊന്നും ചെറിയ ഭാവനയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആ, ഗ്രന്ഥങ്ങളല്ല വേദപുസ്തകം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഐതിഹ്യ പ്രധാനമായ ചിന്തകളൊന്നും ഫലമായിട്ടൊന്നുമല്ല, ഭാവനയുമല്ല. ഇത് ഇവിടെ അരങ്ങേറിയ മാനുഷികമായ യാഥാർത്ഥ്യമാണ്. ദൈവം മനസ്സിലേക്ക് വചനം മാംസമായിട്ട് കടന്നു വരുന്നതിന് പശ്ചാത്തലം ഇവിടെ കാണുക. അതാണ് ഏറ്റവും ആത്യന്തികമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് അസീറിയൻ ആധിപത്യം, പിന്നീടുള്ള ഇടവേള, പിന്നീട് പ്രവാസത്തിലേക്കുള്ള പോക്ക്, ഇതാണ് നമ്മൾ ഇതിനിടയിൽ എപ്പം നമ്മൾ നിൽക്കുന്നത്. അസീറിയൻ്റെ ആധിപത്യം അത് ഉണ്ടായി. അതോടുകൂടി വടക്കൻ ഇസ്രായേൽ തീർന്നു. പിന്നീട് കുറച്ച് ഒരു ഇടവേള, ഒരു 134 വർഷത്തേക്ക്, 134 വർഷം കഴിയുമ്പോൾ നേരെ കെട്ടി ബാബിലോണിയൻ അടിമത്തത്തിലേക്ക്. നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അടിമത്തത്തിൻ്റെ കാര്യങ്ങൾ. ഈ വിലാപങ്ങളൊക്കെ പ്രസംഗങ്ങളൊക്കെ കാണുന്നത് കേട്ടോ, അങ്ങനെ അനുഭവിക്കുന്ന വേദനകളും. ഈ ജെറമിയ പ്രവാചകൻ എന്ന് പറയുന്നത് വലിയ ഒരു എഴുത്തുകാരനായിരുന്നു. ഓർക്കാം, എൻ്റെയേറെ അത് എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കരമായ രീതി. ആ പ്രവചനം മാത്രമൊന്നുമല്ല, അതാണ് വിലാപകാവ്യങ്ങളൊക്കെ രൂപീകരിച്ചത്. അപ്പോൾ എന്തുമാത്രം ഗ്രന്ഥങ്ങൾ എഴുതി. അപ്പം അതുകൊണ്ട് അതേക്കുറിച്ച് വിളിപ്പിക്കുന്നത് അന്ന് അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നാണ് ശരിയായിട്ടുള്ള ഊർജമുണ്ടായി, അരൂപിയുണ്ടായി, ശക്തിയുണ്ടായി, കർത്താവിന് വരവിന് ഒരുങ്ങാനായിട്ടുള്ള വഴിയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ, സിറിയ അവർ സഖ്യശക്തികളായിട്ട് തീരുക. ഇസ്രായേൽ സിറിയമായിട്ട് സഖ്യശക്തികളായിട്ട് യൂദായ്ക്കെതിരെയൊക്കെ വന്നു. അപ്പോൾ യൂദായ്ക്കെതിരെ വരുമ്പോഴാണ് അവർ അഞ്ഞടിച്ചുകൊണ്ട് പെട്ടെന്ന് വേറൊരു ബന്ധത്തിലേക്ക് ഒരുങ്ങിയപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ കടന്നു ചെന്ന് യൂദാ രാജാവ് പറയും, ഒരു കാര്യം, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് പോകരുത്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിലനിൽക്കുകയില്ല. 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവനോട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നോക്കി ഈ വചനം എവിടെ പോയി പ്രാവർത്തികമാകുകയും. നടപടി പുസ്തകത്തിന് 4-ാം അധ്യായം 12 നമ്മൾ വരുമ്പോൾ കേൾക്കുന്നത് എന്നതാ, ആകാശത്തിന് കീഴിലെ മനുഷ്യൻ്റെ ഇടയിൽ ഈശോ എന്ന നാമമല്ലാതെ ഒന്നും മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. കണ്ടോ അതിൻ്റെ പോക്ക് പോകുന്ന പോക്കെ. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അസീറിയയുടെ അല്ലെങ്കിൽ സമറിയായുടെ തകർച്ചയോടുകൂടി പിന്നെ അങ്ങോട്ട് സാവധാനത്തിൽ യൂദായിലേക്ക് കടക്ക് നാം കാണുന്നത്. അപ്പോൾ അന്ന് യൂദ പോലെ ചെറിയ രാജ്യങ്ങൾ കപ്പം കൊടുത്ത് ജീവിക്കുന്ന സാമന്ത രാജ്യങ്ങളായിട്ട് തീർന്നു. അപ്പോൾ ആഹാസിൻ്റെ മരണത്തിൽ, ആഹാസിൻ്റെ നമുക്കറിയാമല്ലോ, അവസാനം പുത്രനെ വരെ ബലിയർപ്പിച്ച ആളാണ്. അതായത് വിഗ്രഹാരാധനയുടെ സ്വാധീനം ഇസ്രായേലിലേക്ക് കടന്നു വന്നു. നരബലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ ബലികഴിക്കുക എന്ന് പറയുന്ന സംഗതി വ്യാപകമായി മറ്റ് വിശ്വാസ സാമ്രാജ്യങ്ങളിൽ നിലനിന്നിരുന്നതാണ്. വ്യാപകമായി നിലനിന്നിരുന്നത്. അതിനെതിരെ ശക്തിയുക്തം പ്രസംഗിച്ചത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ കടന്നു പറയും, ഈ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം അങ്ങനെ ചെയ്തിരുന്ന സ്ഥലത്തെ ഗേഹന്ന എന്ന ഒരു പേരിട്ടു. ഗേഹന്ന, ഗിന്നോൻ താഴ്വര ഇന്നും അവിടെ ഉണ്ട്. ദാവീദിന്റെ കൊട്ടാരത്തിന് ഒത്ത അകലെയല്ലാതെ താഴെ താഴ്വര എവിടെയുണ്ട്. അവിടെ പോയി കുഞ്ഞുങ്ങളൊക്കെ മോളക്ക് ദേവനോ ബലിയർപ്പിച്ചിരുന്നു. അത് പ്രവാചകന്മാരതിന് ഗേഹന്ന എന്ന് പേരിട്ടു. എന്ന് പറയാം, നരകത്തിന് സമാന്തരമായ ഒരു വാക്കാം ഗേഹന്ന. നമ്മൾ പിന്നീട് ഭാവിയിൽ നമ്മൾ കാലഘട്ടം ഗേഹന്ന എന്ന് പറയുന്ന നരകമാണ്. അപ്പം അങ്ങനെ പ്രവാചകന്മാർ ശബ്ദിച്ച് അത് നിലനിർത്തി അത് തകർത്ത് കളഞ്ഞത്. മറ്റേ നരവിലി ഇങ്ങോട്ടും കടന്നു വന്നിരുന്നു, സ്വാധീനം, മറ്റുള്ള വിഗ്രഹ സ്വാധീനമില്ലായിട്ട്. അപ്പം ആഹാസിൻ്റെ മരിച്ചതിന് ശേഷമാണ് അത് ഹെസക്കിയ ഭരിക്കുന്നത്. പിന്നീട് മന്നാസെ കടന്നു വരുന്നുണ്ട്. അതിന് ശേഷം ആമോൻ ഈ രാജാക്കന്മാർ കടന്നു വരുന്നു. സീറിയ ആ സമയത്ത് BC 722 സാർഗൻ സെക്കൻഡാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. BC 722 705 ആയപ്പോഴത്തേക്കും പിന്നെ സെന്നാച്ചെരിവ് വന്ന് 705 തൊട്ട് 681 വരെ. പിന്നെ 680 തൊട്ട് 669 വരെ എസാർഹഡോൺ എന്ന് പറയുന്ന രാജാവ് കടന്നു വന്നിട്ട് അവസാനം 669 തൊട്ട് 630 വരെ അസൂർ ബാനിപ്പാൻ എന്ന് പറയുന്ന രാജാവ്. അസീറിയയിലെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വരുന്നത്. ഹെസക്കിയ എന്ന് പറയുന്ന ആ രാജാവ്, നമ്മുടെ രാജാവ്, 716 തൊട്ട് 687 വരെ ദീർഘകാലം ഇസ്രായേലിനെ ഭരിച്ച ആളാണ്. അതായത് കർത്താവിന് ഏറ്റവും വിശ്വസ്തനായ ആളാണ്. യെശയ്യാ പ്രവാചകനാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത്, ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ 2-3 ഭാഗങ്ങളായിട്ട് വേറെ കാണാം. ഒന്നാം ഒരു മത നവീകരണ പരിപാടിയാണ്. വിശ്വാസം ഉള്ളിലുണ്ടായിരുന്ന രാജാവായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് മുമ്പുള്ള രാജാക്കന്മാരെ കാട്ടിക്കൂട്ടി വെച്ചിരുന്ന തെറ്റായ പ്രവണതകളൊക്കെ തിരുത്തുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് മത നവീകരണ പ്രക്രിയ തുടങ്ങി. അതിന് ശേഷം അങ്ങോട്ട് പല കാര്യങ്ങളിലേക്ക് കടന്നു വരിക. പിന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ അത് ക്രമീകരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അസീറിയയ്ക്ക് എതിരായ ഏതെങ്കിലും തരത്തിലൊന്നും അവരെ ഒന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടി അത് അങ്ങേയറ്റം പരിശ്രമിച്ചു. ഇപ്പോൾ ഹെസ്കിയ
ഇപ്പോൾ യൂത ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാജാവാണ്. BC 727 അദ്ദേഹം ഭരണമേറ്റു. അതായത് BC 727 എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പതിക്കുന്ന 721 6 വർഷം മുമ്പ് ഹെസക്കിയേൽ യൂദായിൽ ഭരണമേറ്റു. അപ്പം അദ്ദേഹം ഭരണം ആരംഭിച്ചിട്ട് 6 ദിവസം കഴിഞ്ഞ് മറ്റിടം തകർന്നിരിക്കുന്നു. അറിയാമല്ലോ എവിടുന്ന് തുടങ്ങിയതാണിത്. അനുസരണക്കേട് തുടങ്ങിയതാണ്. സോളമൻ രാജാവിൻ്റെ പുത്രൻ റെഹോബുമാണ് രാജ സ്ഥാനാരോഹണം നടക്കുന്ന അവസരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് കയ്യിലിരിപ്പിൻ്റെ ബലം കൂടിയാണ്. അപ്പം 10 ഗോത്രങ്ങൾ ദാവീദ് കുടുംബമായിട്ട് ഭിന്നിച്ചിട്ട് ഇനിമേലിൽ ദാവീദ് വംശമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ജെറോബോവാം എന്ന് പറയുന്ന സൈന്യാധിപൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞു പോയതാണ് ഈ 10 ഗോത്രങ്ങൾ. നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ പറഞ്ഞ ഇവരാണ്. ആ 10 ഗോത്രങ്ങൾ ചേർന്ന് സമറിയ തലസ്ഥാനമാക്കി ഭരിച്ചത്. അസീറിയ കീഴടക്കിയിട്ട് സമറിയയ്ക്ക് സമറീന എന്ന് പേര് കൊടുത്തു. അപ്പോൾ അങ്ങനെ പോയതാണെന്ന് ഓർക്കണേ. ആ പോയതിന് ശേഷം വന്ന അധപ്പതനങ്ങളാണ്. 10-21 രാജാക്കന്മാർ വന്നുകൂടി ജെറൂസലേമിലേക്ക് പോക്ക് നിരോധിച്ചു. ജെറൂസലേമിലെ ബലിയർപ്പണം പോകാൻ പാടില്ല, അങ്ങോട്ട് കടക്കാനും പറ്റിയില്ല. അങ്ങനെ നിരോധിച്ചില്ല എങ്കിൽ ഈ ജനത്തിന് മുന്നിൽ യൂദാ രാജാവുമായിട്ട് അഫിനിറ്റി പോകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങോട്ട് അത് നിരോധിച്ചു. ആ നിരോധിച്ചൂടെ യാഹോവയുള്ള ബന്ധം നിരോധിച്ചതിൻ്റെ അർത്ഥം യഹോവയുള്ള ബന്ധം നിരോധിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് ആവശ്യമുള്ള എല്ലാ വിഗ്രഹങ്ങളും എല്ലാ മലകളുടെ മുകളിലും മരത്തിൻ്റെ ചൂട്ടിലും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അങ്ങോട്ട് പോകുന്ന തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ജീവിക്കുക. അങ്ങനെ അവിടെയാണ് നരബലിയൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഒരു തീർച്ചയായും തീരുമാനമില്ലാത്ത ഒരു ജീവിതത്തിൽ നമ്മളെന്തൊരു ഭാഗ്യവന്മാരിപ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് ജീവിതത്തിൻ്റെ വഴിത്താറിൽ നമുക്ക് തെളിമ, നമുക്ക് വെളിച്ചം, നമുക്ക് വഴി കാണാനായിട്ട് കത്തോലിക്ക സഭയുടെ മജിസ്റ്റേരിയം എന്ന സംവിധാനം, പ്രബോധന സമിതി എന്ന സംവിധാനമുണ്ട്. എന്തൊരു നന്മയാണ്. ഓരോ വലിയ സങ്കീർണ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മുടെ പിതാവ് പാപ്പാപ്പ മനുഷ്യന് വഴി നടത്താൻ വേണ്ടി വളരെ കൃത്യമായ ചാക്രികയാണ് നൽകും. അല്ലേ? റേരും നവാരും എന്ന് പറയുന്ന ആയുധീയത ലെയോ 13 എപ്പോഴത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ അവസരത്തിൽ ഭയങ്കരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ കൂലിപ്പണിക്കൊന്നും വലിയ കാര്യം നിലനിർത്തിയിട്ട് മനുഷ്യൻ്റെ മഹത്വം, ജോലിയുടെ മഹത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യ വിലയില്ലാതെ സ്റ്റേറ്റ്, അതുകൊണ്ട് വ്യക്തിക്ക് പ്രാധാന്യം വന്നപ്പോഴാണ് മാർപ്പാപ്പ റേരും നവാരും പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാക്രയുടെ എന്തുമാത്രം സ്വാധീനിച്ചത്. അതേ പാപ്പാട് ബംഗാളിൽ ലെയോ 14 വന്നപ്പോൾ ഇതാ പുതിയ സാഹചര്യമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞു, മനുഷ്യരുമാതിരി ആ കാര്യത്തൊക്കെ പഠിക്കും, മര്യാദയായി. അന്ന് പുതിയ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ AI കടന്നു വരിക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നാ നോക്കണം, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈക്കൽ, നമ്മൾ വിരൽ തുമ്പിലുണ്ട്. എല്ലാ കാര്യം എന്താ വേണ്ടതെന്താ? ഈ ഭാര്യയില്ലാത്ത ഭാര്യയെ വേണം, ഭാര്യ ഉണ്ടാക്കി കൊടുക്കും, ഒരു വിഷയമില്ല. എന്ത് കാര്യങ്ങൾ വേണം ചെയ്തു കൊടുക്കും, എന്തിനും തയ്യാറാണ്. പക്ഷെ അവിടെയാണ് എന്നിട്ട് ചാക്രയിൽ ഇറങ്ങിയിരിക്കേണ്ട ഒരു കാര്യം ഇതേ മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന, മനുഷ്യ സ്വാതന്ത്ര്യത്തെ കേന്ദ്രീകരിക്കുന്ന, മനുഷ്യ മഹിമയെ കേന്ദ്രീകരിക്കുന്ന ഒരു ചിന്ത വളർത്തിയെടുക്കാൻ കഴിയണം. മെഷീനെ ഉപയോഗിച്ചു, യന്ത്രത്തെ ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. റോബോട്ടിക് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല, പുരോഗതിക്ക്. പക്ഷേ മനുഷ്യൻ എന്ന് പറഞ്ഞ മാനദണ്ഡം മറക്കാൻ പാടില്ല. കാരണം ഈ യന്ത്രത്തിന് സ്നേഹിക്കാൻ കഴിവില്ല, യന്ത്രത്തിന് മനസ്സാക്ഷിയില്ല, യന്ത്രത്തിന് തീരുമാനം എടുക്കാൻ കഴിവില്ല. യന്ത്രം മനുഷ്യൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അത് വിട്ടിട്ട് മനുഷ്യനെ മറന്നുള്ള പോക്ക് അത് അപകടം ഉണ്ടാക്കുമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് പുതിയ ചാക്രിക ലേഖനം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെന്തൊരു ഭാഗ്യമുള്ള തലമുറയാണ്. എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. അതാത് ഘട്ടങ്ങളിൽ ദൈവാരൂപിയിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന പിതാക്കന്മാർ നമുക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നതിനെ വിനയപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇവിടെ ഹെസക്കിയ രാജാവിൻ്റെ അത് ആ പൂജാഗിരികൾ ഉണ്ടായിരുന്ന എല്ലാത്തിനും നശിപ്പിച്ച് തകർത്തു. തന്നെയല്ലാത്ത കൽപ്പനകളെ വീണ്ടെടുത്തു. 10 കൽപ്പന സീനായ്മലയിൽ വെച്ച് തന്നതിനൊക്കെയാണ് തകർത്ത് കളഞ്ഞത്. അത് വീണ്ടെടുത്തു, അത് പാലിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ യഹോവയോട് ചേർന്ന് നിൽക്കാനായിട്ട് മാത്രമല്ല, പിച്ചള സർപ്പത്തെ വെച്ച് അവർ ആരാധിച്ച് ഒരു പരിധി കഴിഞ്ഞ് പോയായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ കർത്താവ് പിച്ചള സർപ്പത്തെ നാട്ടിയിട്ട് അങ്ങോട്ട് നോക്കുന്നവർ ആഗ്നേയ സർപ്പങ്ങളെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പിച്ചള സർപ്പം എന്ന് പറയുന്ന അടയാളമായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂക്കപ്പെടുന്ന കർത്താവിൻ്റെ നോക്കിയിട്ട് കുരിശുമരണത്തെ നോക്കിയിട്ട് രക്ഷപ്രാപിക്കുന്നതിന് ഒരു നിഴലായിട്ട് എടുത്ത് വെച്ചിരുന്നു. അത് അവസാനം ആ പിച്ചള സർപ്പം ഉണ്ടാക്കിയിട്ട് ആ വസ്തു എന്ന് പറഞ്ഞാൽ ആ ഭൗതിക വസ്തുവിനെ ഒരു വിഗ്രഹാരാധനയല്ലേ, അതിലേക്ക് അത് പോയപ്പോൾ ഇദ്ദേഹം എന്തായാലും ആ പ്രതിരൂപം തന്നെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും ആ ഹെസക്കിയ രാജാവ്. അപ്പോൾ അതുകൊണ്ട് അന്ന് വാസ്തവത്തിൽ നബികൻ സഹായിച്ച ഷെക്കമിൽ വെച്ച് എഴുതപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥത്തിന് ഭാഗമുണ്ട്. അതിനാ നിയമാവർത്തനം എന്ന് പറയുന്നത്.
ആ നിയമാവർത്തന ഗ്രന്ഥം എടുത്ത് കൈപ്പിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മതനവീകരണമൊക്കെ നടക്കാനായിട്ട് അദ്ദേഹത്തിന് ശക്തി ഉണ്ടായത്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, മതനവീകരണത്തിന്റെ കൂടെ ഉണ്ടായ സംഗതിയാണ് ദേവാലയ ശുദ്ധീകരണം. ദേവാലയം അങ്ങോട്ട് ഏതെല്ലാം അതപ്പതിച്ചു പോയി. അവിടെയായിരുന്നു എല്ലാ തരത്തിലും ആരാധനയും വന്ന് കേന്ദ്രീകരിച്ച് ജെറുസലേം ദേവാലയം ഓർക്കണേ, യഹോവയുടെ ആരാധന നിലനിൽക്കേണ്ട സ്ഥലത്ത് അത് മുഴുവൻ തകർത്തക്ക രീതിയിൽ ആരാധന. ഇപ്പം നമ്മുടെ ചില സാഹചര്യമൊക്കെ നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും ആരാധനയ്ക്ക് ഭംഗം പറ്റുന്നു, അല്ലെങ്കിൽ പോലും നമ്മുടെ ദേവാലയങ്ങളുടെ സമീപനം ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ നമ്മൾ വീണ്ടെടുക്കണം കേട്ടോ. ഈശോയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. കാര്യം പെരുമണിയായിരിക്കും പെയ്യുന്നത്, എല്ലാം ഉണ്ട് വിഷമ. എന്നാൽ പൊതുസമ്മേളനം പള്ളിക്കകത്ത് വെച്ചേക്കാന്ന് വിചാരിക്കരുത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും എതിര് പറയുന്നത് ചെയ്യുന്നു, പക്ഷെ പാടില്ലാത്തതാണ് വാസ്തവമായി. കാരണം എന്താ, അത് ബലിയർപ്പണം നടക്കുന്ന വേദിയാണ്. കർത്താവിന് കല്ലറയുടെ പ്രതീകമാണ് അൾത്താരം. പിതാവിൻ്റെ ഭയങ്കരമായ സിംഹാസനത്തിൻ്റെ അടയാളമാണത്. ആ ബലിയർപ്പിക്കുന്ന വേദി നിൽക്കുന്ന ദേവാലയത്തിൽ ഉള്ളെന്ന് പറഞ്ഞ് കയറുമ്പോഴേ ഭയഭക്തി പാരവശ്യത്തോടു കൂടി ആചാരം ചെയ്ത് കർത്താവെ എന്ന് വിളിച്ച് നിലവിളിക്കേണ്ട അവിടെ സക്കറാരിയിൽ ഈശോ ഇരിപ്പുണ്ട്, കൂടാശിയായി അപ്പത്തിൻ്റെ രൂപത്തിൽ. ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലുണ്ടായിരുന്നില്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ കൊച്ചുനാൾ അമ്മച്ചി എങ്ങനെ പഠിപ്പിച്ച, പള്ളിയിൽ പോയപ്പോൾ കൈ കൂപ്പി പിടിക്കുക, ഈശോ 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 കൊണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ശരിയായ ബോധ്യം ഉള്ളിൽ നിന്നത് ഇന്ന് അത് പോയില്ലേ. ദേവാലയത്തിൽ ബന്ധപ്പെട്ട കാര്യം, ദേവാലയത്തെക്കുറിച്ച് ധാരണ നമ്മുടെ ഇടയിൽ നിന്ന് വൈദിക ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് സംശയമുണ്ട്. ചില വൈദിക അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു. ദേവാലയത്തിനുള്ളിൽ വെച്ച് സമ്മേളനം നടത്തുക, സംഘടനകളുടെ സമ്മേളനം, അതിനുള്ള സ്ഥലമല്ല കേട്ടോ എൻ്റെ സഹോദര, അതിനുള്ള സ്ഥലമല്ല ദേവാലയം. ഇനി അഥവാ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം, ആവർത്തിക്കാൻ പാടില്ല. അതിന് വേറെ സ്ഥലം നോക്കണം, അല്ലെ ഓഡിറ്റോറിയം നോക്കണം, അല്ലെ വേറെ എന്തോ ഓട് നോക്കണം, ഇല്ലെങ്കിൽ വേണ്ടതേ. അല്ല ഒരു സ്ഥലമില്ലെന്ന് പറയാം, ആ സ്ഥലം ആകപ്പാടെ ഉള്ളത് ഇതാ ദേവാലയം. ദേവാലയ ശുദ്ധീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവ് ഇറങ്ങത്തിരിക്കുക നോക്ക്. ആഹാസ് അടച്ചുപൂട്ടിയായിരുന്നില്ല വാതിലുകൾ, അകച്ചുപൂട്ടിയ വാതിലൊക്കെ ഇതങ്ങ് തുറന്നു. അപ്പോൾ അതുകൊണ്ട് പുരോഹിതന്മാരെ ലേവാരിനെ വിളിച്ചുകൂട്ടി ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സബ്സിഡിയാരിറ്റി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന കാര്യം ഭംഗിയായിട്ട് പ്രാവർത്തികമാക്കിയ ഒരു രാജാവായി. തനിക്ക് ഉള്ളിൽ തോന്നുന്നത് അവിടെ അങ്ങ് ചെയ്യല്ലേ ചെയ്തു. ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ അഭിപ്രായം തേടിയിട്ടാണ് അദ്ദേഹം ഈ കാര്യം ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ വിളിച്ചു കൂട്ടി, എന്നിട്ട് എന്തായത് ഉടമ്പടിയുടെ നവീകരണം ആദ്യമേ നടത്തി. അതായത് 10 കൽപ്പനയുണ്ട് സീനാമലയിൽ വെച്ച് ആ ഉടമ്പടിയുടെ ഫലകങ്ങളിൽ എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ ദൈവമായ കർത്താവ്, ഒരേ ഒരു കർത്താവ്, ഞാനാ മറ്റു ദൈവം ഉണ്ടാകാൻ പാടില്ലെന്ന് തുടങ്ങിയ കാര്യങ്ങൾ അതങ്ങ് ശരിക്കും വായിച്ച് കേൾപ്പിച്ചതുകൊണ്ട് അതിൻ്റെ നവീകരണം അങ്ങ് നിർത്തി. എന്നിട്ട് 16 ദിവസം കൊണ്ട് ദേവാലയവും പരിസരവും ശുദ്ധീകരിക്കരുത്. പരിസരങ്ങൾ ചുറ്റുപാടുകൾ മുഴുവൻ. ഇപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ എന്താ, അടിക്കടിച്ച് ചപ്പും ചവറുകളും ഒക്കെ കൊണ്ടുവരുന്ന മറ്റ് വിഗ്രഹാരാധനയുടെയൊക്കെ അവശിഷ്ടങ്ങൾ ബന്ധപ്പെട്ടതൊക്കെ അവിടെ എവിടെയും കിടന്നിരുന്നതൊക്കെ മാറ്റി. നമ്മുടെ പള്ളി എങ്ങനെ സൂക്ഷിക്കും? നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ? നല്ല മജോറിറ്റി ദേവാലയങ്ങൾ. ഒരു ദേവാലയത്തിൽ അല്ലെങ്കിൽ ഒരു ഇടവപ്പള്ളിയിൽ കിടന്നു കഴിഞ്ഞാൽ ആ പള്ളി കണ്ടാൽ തന്നെ അറിയാം അവിടുത്തെ അജപാലിനെ എങ്ങനെ പോകുന്നു എന്ന്. അജപാലത്ത് പ്രയോറിറ്റി നല്ല ഭംഗിയായിട്ട് പള്ളിയെ നോക്കി അറിയാം, പള്ളിക്കകത്ത് നോക്കിയാൽ അറിയാം. ആ പ്രയോറിറ്റി ദൈവാരാധനയെ കേന്ദ്രീകരിച്ചാൽ പോകുന്നെങ്കിൽ അത്ര നീറ്റായിരിക്കും അതിൻ്റെ മധുപകായും സംഗീതവും ചുറ്റുപാടും എല്ലാം. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും ശ്രദ്ധിക്കാതെ അതെന്തെങ്കിലും അനുഷ്ഠാനം നടത്തി പോകുന്നയാൾ പിന്നെ അങ്ങോട്ട് കയറാതെ നോക്കാതെ ഇരിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ സംഗീതത്തിൽ ചെന്ന് കഴിഞ്ഞ് ചിലപ്പം ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു കുർബാനയെല്ലാം ഒരു പള്ളിയിൽ ചെല്ലാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിയുമ്പോൾ കപ്പയെടുത്ത് കാപ്പയുണ്ടല്ലോ, എടുത്ത് കണ്ടാൽ പോലും നമുക്ക് മണത്തിട്ട് അറപ്പ് വരും, ദേഹത്ത് ഇടാൻ തോന്നുന്നില്ല. നമ്മൾ എത്ര ഭംഗിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ബലിയർപ്പണത്തിന് വരുന്ന വേദിയിൽ നല്ല ഒന്നാന്തര കാപ്പസിറ്റികൾ വാങ്ങിച്ചു വെക്കാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. പള്ളി ജനത്തോടൊന്ന് പറഞ്ഞാൽ പോരെ. ഒരു ഘട്ടത്തിലും ഞാൻ ഓർക്കായിരുന്നു, സെപ്റ്റംബർ വരുമ്പോൾ 1 തൊട്ട് 8 വരെയുള്ള ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജനത്തോട് പറയുമായിരുന്നു, സഹോദരങ്ങളെ, നമുക്ക് ഈ 8 ദിവസവും പുതിയ കാപ്പസിറ്റി നമുക്ക് ബലിയർപ്പിക്കണം, അതിന് നിങ്ങൾ ഓഫർ ചെയ്യണം. ഞാൻ പറഞ്ഞിടത്തൊക്കെ ഇരുന്ന് പലയിടത്തും പറഞ്ഞിടത്തൊക്കെ ഈ 8-ന് പകരം 10ഉം 12ഉം കാപ്പസിറ്റികളൊന്നും പുതിയത്, പക്കാ പുതിയത്. അന്ന് ഏറ്റവും പഴയതൊക്കെ അവിടെ വെക്കണം, അതെടുത്ത് കത്തിച്ച് കളയണമെന്നേ, മാറ്റിയെടുത്ത് പുതിയ സെറ്റ് ചെയ്യണം. പലപ്പോഴും ചെയ്യുന്നത് എന്താണ്, നല്ല വിശിഷ്ടമായിട്ടുള്ള ആളുകൾ വ്യക്തികൾ, അതുകൊണ്ട് അതിഥികളായിട്ട് ഉള്ള അച്ഛന്മാരും കുർബാനയെല്ലാം വരുമ്പം ഏറ്റവും നല്ലത് എടുത്തു വെച്ച് കൊടുക്കണ്ടേ? ആ വരുന്ന മനുഷ്യൻ്റെ സന്തോഷമായി എടുത്തിടാൻ. ഈ കുർബാനയിൽ നിന്ന് അച്ഛന്മാർക്ക് മാത്രമേ ഉള്ളൂ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ
കാപ്പാടെ സ്മെല്ലുണ്ടാകുന്നു, മണക്കുണ്ടാകും, വേർപ്പ് മാറുന്നു, ഓരോ ചീഞ്ഞതുകൊണ്ട് ഇരിക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായില്ലേ. അപ്പം അവിടം തൊട്ട് തുടങ്ങേണ്ട നാം വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കുന്ന സാധനവും അതിൻ്റെ സ്ഥലങ്ങളും അതുപോലെ വിശദീകരിക്കാൻ പോകുന്നില്ല. അവിടെ ചെന്നാൽ ഇത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അന്നേരം മനസ്സിലാകുക അജപാലകൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന സംഗതി. ദേവാലയ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇന്നും വേറെ ആവശ്യമായ സംഗതിയാണ്. അപ്പോൾ ആ ജനം അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ വളരെ തെളിഞ്ഞ മനസ്സിൽ ദൈവത്തെ ആരാധിക്കാൻ ആ വചനപ്രഘോഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനവുമായ കാര്യമായിട്ട് കരുതാൻ, അത് കഴിച്ച് ജനം തിരിച്ചു പോകുമ്പോൾ തൃപ്തിയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയും. പോകുമ്പോൾ ആ ശക്തി ആർജിച്ചാ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിന് ശക്തി കിട്ടാനാ. ജീവിതത്തിൻ്റെ വിഷമങ്ങളിലും കണ്ണുനീരിലും കഷ്ടപ്പാടിലും കഴിഞ്ഞു കൂടുന്ന ജനത്തിന് ഇവിടെ വന്നു തന്നെ ബലിയർപ്പിച്ച വൈദ്യൻ്റെ കൂടി ചെല്ലുമ്പോഴത്തെ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഇവിടെ ഇറക്കി വയ്ക്കാം. അവിടെ നിർത്തി പരിശുദ്ധാത്മ പ്രവേശിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം കൂടി വരിക. വന്നു കഴിയുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം വരട്ടെ, കർത്താവ് കൂടി ഉണ്ടെന്നൊരു അവബോധം ഉണ്ടായി കഴിയുമ്പം അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമാകും എന്നുള്ളൊരു, അത് വെറും വിശ്വാസമുള്ള ഒരു അനുഭവമാണ്. അത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇവിടെ ദേവാലയ ശുദ്ധീകരണം നടത്തുകയാണ് ഹെസ്ക്കിയാ രാജാവ്. അത് എന്നാ ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന പഴയ തുരുമ്പിച്ചതെല്ലാം എടുത്ത് കളഞ്ഞ് കത്തിച്ച് കളയും. എന്നിട്ട് എല്ലാം പുതിയത് വാങ്ങിച്ചു വെച്ചു. അപ്പം എല്ലാ തരങ്ങളിലും, അതായത് പുരോഹിതന്മാരും വിളിച്ചുകൂട്ടി, എല്ലാം ലേവാരും വിളിച്ചുകൂട്ടി ആലോചന ശേഷം അതൊക്കെ ചെയ്യുന്നത്. അപ്പം 16 ദിവസം കൊണ്ട് ദേവാലയ ശുദ്ധീകരണം നടത്തി. 16 ദിവസം എടുത്തു. ഭംഗിയായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതല്ലേ. നമ്മുടെ ജനം തന്നെയല്ലേ പല പള്ളികളിൽ ഇപ്പം സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ അമ്മമാരെ അല്ലെ കുടുംബനികളെ മാതൃജോസ് ആൾക്കാർക്ക് വന്ന് പള്ളി മുഴുവൻ അടിച്ചു വാരി ശുദ്ധീകരിച്ച് ഭംഗിയായിട്ട് ഇടുന്നുണ്ട്. പള്ളി മുറ്റമൊക്കെ ഭംഗിയായിട്ട് ഇടുന്നുണ്ട്. അത് നിയോഗം വെച്ചാൽ ചെയ്യാവുന്ന കാര്യമില്ലേ ഉള്ളൂ. എല്ലാ ആഴ്ചയിലൊരിക്കൽ അതൊരവസരമല്ലേ. തമ്പുരാൻ്റെ ആലയം ശുദ്ധീകരിക്കാൻ തന്നെ കൊടുക്കുന്ന സമയമൊക്കെ എത്രയോ വിശ്വാസത്തോടെ ചെയ്യുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാനെന്ന് പറയാൻ ആൾ വേണ്ടേ. അതൊന്ന് വഴി നടത്താൻ ആളുണ്ടെങ്കിൽ നമ്മൾ നീറ്റായിട്ടും പള്ളിയും പരിസരങ്ങളും ചുറ്റുപാടും ഒക്കെ നിൽക്കില്ലേ. അപ്പോൾ അതും വളരെ കമനീയമായിട്ട് നിൽക്കുകയില്ലേ. അതുകൊണ്ട് അത് ഒരുത്തിനെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊന്നും അല്ല. ഈ പള്ളിയും വൈദിയും മന്ദിരം പോലും ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് സഭയുടേതാണ്. അത് സഭയുടേതായിരിക്കണം. വിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം അത്യാവശ്യം. എന്നിട്ട് എല്ലാ മാലിന്യങ്ങളും നീക്കി എന്നാ ചെന്നു അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് രാജാവ് തന്നെ വലിയൊരു ബലിയർപ്പണം നടത്തിയേക്കാനും ബലിമൃഗങ്ങളെ മുഴുവൻ അർപ്പിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ചു രാജാവ്. എന്നിട്ട് ആ ബലിമൃഗം രാജാവ് തന്നെ ഓഫർ ചെയ്യും. ആലോചിച്ച് നോക്കി, വളരെ ഗൗരവമായ സംഗതി, വളരെ ഗൗരവമായ സംഗതി. അപ്പോൾ അങ്ങനെ ഒരു രാജാവിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വലിയ പ്രേരണയും പ്രചോദനവും ശക്തി ആർജിച്ചും അങ്ങനെയാണ് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ പെസഹ തിരുനാൾ വീടുകളിൽ നടത്തിയിരുന്ന, അത് നേരെ ദേവാലയത്തെ കേന്ദ്രീകരിച്ച നിയമം മൂലം കേന്ദ്രീകരിച്ച് യോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇവിടെ ഹെസ്ക്കിയാ അത് ആരംഭിച്ചു. അതെ, എന്നാ വിമോചനത്തിൻ്റെ അടയാളമായി പെസഹ എന്ന് പറയും. ഈജിപ്തിനെ അടിമത്തിൽ നിന്ന് മോചിച്ച് ഇവിടെ കൊണ്ടുവന്ന് നല്ല കാരാഗ്രഹത്തിൽ കയറ്റി ദൈവം തന്നെ ആവശ്യമായിട്ട് വഴി നടത്താൻ വേണ്ടി കൽപ്പനകൾ നൽകി ഉടമ്പടി ഉണ്ടാക്കിയതിൻ്റെ അനുസ്മരണമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പഴയ പെസഹായി പറയുന്നുണ്ട്. പുതിയ പെസഹ അതിനേക്കാളും ഒക്കെ കെട്ടിയ സംഗതി നമുക്ക് തന്നെ അറിയാം. കർത്താവിൻ്റെ രക്തങ്ങൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പെസഹ ആചരണം അദ്ദേഹം എന്ത് ചെയ്തു, വീടുകളിൽ നിന്ന് മാറ്റി നേരെ ദേവാലയത്തിലേക്ക് കേന്ദ്രീകരിച്ചു. യോസിയ രാജാവ് വന്നപ്പോൾ അത് നിയമമാക്കി മാറ്റി. അങ്ങനെ ഒരു വലിയ വിമോചന അനുസ്മരണം നടക്കാനായിട്ട് തുടങ്ങി. അത് വാസ്തവത്തിൽ രാജാവിൻ്റെ ഈ മത നവീകരണം നോക്കിയാൽ ഇന്ന് നമുക്ക് എല്ലാ ഇടവകളിലും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ നവീകരണത്തിന് പ്രിൻസിപ്പിൾ ഉള്ളിൽ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം പറഞ്ഞാൽ അത് എന്നാ ഒരു നല്ല ഒരു ഒരുക്കമാണ്. അസീറിയയുടെ അടിമത്തിൽ മോചനം ലഭിക്കാൻ വേണ്ടി ഒരു ആത്മശക്തി രൂപീകരിക്കുന്ന വഴി കൂടിയായിരുന്നു അത്. നല്ല ആരാധന ഭംഗിയായിട്ട് നടക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അരുവി വളരും, ശക്തിയാർജിക്കും. പിന്നെ മനുഷ്യൻ നേരെ നിൽക്കും. ആരുടെയും അടിമയൊന്നുമില്ല, കുനിയിരിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിലെ പുത്രൻ പുതിയ നിയമത്തിൽ എത്തിക്കഴിയും ആരാ, ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ അരുവിയെ സ്വീകരിച്ചിരിക്കും. അവിടെ ആരുടെ മുമ്പ് കുനിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. വിശകലനം നൽകുന്ന ഈശോ മിശിഹാ നൽകുന്ന സ്വാതന്ത്ര്യം നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഭരണഘടനയും കൂടി ദൈവം നൽകിയിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് അവബോധത്തോടെ പോകാനായിട്ട് കാര്യം. അപ്പോൾ വടക്കൻ ഗോത്രങ്ങൾ പറഞ്ഞ മുഴുവൻ തകർത്ത് കളഞ്ഞില്ലേ. ആ ജനതകൾ മുഴുവൻ നശിക്കാൻ കാരണം എന്നാ, ബുദ്ധിമുട്ടുണ്ടാക്കിയ ആരാധനയും. ഇവിടെ എങ്ങനെ എന്ത് ചെയ്തു, വടക്കൻ ഗോത്രങ്ങളെ ജനങ്ങളെ കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചു. ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ പഴയ ഒറ്റ ജനത എന്നുള്ള ചിന്ത വളർത്തിയെടുക്കാൻ അദ്ദേഹം ചെയ്തത്. ഇസ്രായേൽ ഒരു ജനതയാണെന്നുള്ള ചിന്ത വളർത്തി അങ്ങോട്ട് ക്ഷണിച്ചു. ഇവിടുത്തെ പെസഹായ്ക്ക് ക്ഷണിച്ചു. ക്ഷണിച്ച അധികം പേര് പോയില്ല. എന്താ കാരണം, പണ്ടത്തെ ബ്ലോക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുക. അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് രാജാക്കന്മാർ പറഞ്ഞതും അങ്ങോട്ട് പോയ അപകടമാണെന്ന് പറഞ്ഞതും അങ്ങനെ ആ പോയതിൻ്റെ പരമായിട്ട് തന്നെ അസീറിയ എപ്പോഴും അസീറിയ കീഴെ അവർ കിടക്കാം.
അപ്പോൾ അങ്ങോട്ട് പോകാൻ ചെന്ന് കഴിഞ്ഞാൽ അസീറിയ ഒരുപക്ഷെ പിണങ്ങിയാലോ ഇങ്ങനെയുള്ള ഭയപ്പാടുകൾ കുറച്ച് പേര്, ചുരുക്കം പേര് മാത്രമേ പറയുള്ളൂ. അതാണ് പഴയ വിദ്വേഷം നിലനിൽക്കുന്നത് കൊണ്ട്. പഴയ വിദ്വേഷം നമുക്കറിയാമല്ലോ, ഈശോയുടെ കാലത്ത് പോലും എന്തൊരു വിദ്വേഷമായ സമറിയക്കാരനുണ്ടായിരുന്നു. അതല്ലേ കർത്താവ് സമറിയക്കാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട് ആ ശിഷ്യന്മാരൊന്ന് കണ്ടപ്പോൾ അയ്യോ അവന് സമറിയക്കാർ സംസാരിച്ചുകൊണ്ട് അവൾ തന്നെ പറഞ്ഞത് അയ്യോ നീ ഒരു യഹൂദനായിരിക്കെ, യഹൂദ റബ്ബിയായിരിക്കെ സമറിയക്കാരിയായി എന്നോട് പാത്രത്തിൽ ജലം കുടിക്കാൻ തരുമെന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചത് അവളുടെ ചിന്ത കണ്ടില്ലേ. അപ്പം അങ്ങനെ അത്ര വിദ്വേഷം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അതുകൊണ്ട് ആ സമറിയായിൽ കടന്നുപോയ അപകടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടിവെട്ടി ഇപ്പന്മാർ തീ ഇറങ്ങി അഗ്നി ഇറങ്ങി നശിപ്പിച്ച് കളയുന്ന ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കാൻ ഇടിവെട്ടിൻ്റെ പുത്രന്മാർ കർത്താവ് എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടിവെട്ടാനൊന്നും പറഞ്ഞില്ല, അവരോട് സൗമ്യമായിട്ടാണ് പെരുമാറി. കർത്താവ് ഒന്നും ഭയപ്പെടാതെ ഞാൻ പോരുക, നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് തോമാസ്ലിയ പറയും. പോട്ടെ, അങ്ങനെ സമറിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ അവിടെ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയപ്പം അവിടെ ഒരു പ്രതികാര നടപടി അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അസീറിയ പ്രതികാര നടപടി ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുന്ന ആളുകളോട് വന്നില്ല. അത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പ്രതികാര നടപടി അസീറിയ ചെയ്തേക്കെന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ പോയ ചുരുക്കം പേര് മാത്രമേ വടക്കൻ ഇസ്രായേലിനും ഈ രാജാവ് വിളിച്ച ആചരണത്തിന് പോയുള്ളൂ. അപ്പോൾ അസീറിയയിൽ നിന്ന് ആ നുഖത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആന്തരിക ശക്തി കൂടെ സംഭരിക്കുകയായിരുന്നു ഇവിടെ. അപ്പോൾ അവിടെ എന്നാ ചോദിച്ചു, ആ പെസഹ ബലിയിൽ ഈ രാജാവ് അവരുടെ പഴയ ചിന്ത അനുസരിച്ച് ശുദ്ധമുള്ളവരും ശുദ്ധമല്ലാത്തവരും എന്നുള്ള വിഭജനമൊക്കെ ഉണ്ടായിരുന്ന ജനമാനത് അവിടെ ശുദ്ധിയുള്ളവരെയും ശുദ്ധിയില്ലാത്തവരെയും ഒക്കെ പുള്ളി ക്ഷണിച്ചു. അതിൻ്റെ കാരണം എന്നാ? കരുണയാണ് ദൈവം എന്നുള്ള കാര്യം നമ്മൾ പ്രഘോഷിക്കും. ദൈവം കരുണയാണ്. നമ്മൾ ഇന്നത് ചെയ്യുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ച് നമ്മളാരെയും മാറ്റി നിർത്തില്ല. നമ്മളെ ദേവാലയത്തോട് പങ്കെടുക്കാൻ, വെളിയിൽ പങ്കെടുക്കാൻ ആരെയും നമ്മൾ തടയുന്നൊന്നുമില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണമെന്ന് മാത്രം നമ്മൾ നിബന്ധന വയ്ക്കുന്നു. അല്ലാത്തവർ ആർക്കും വന്ന് ബലിയിൽ പങ്കുചേരാവുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കരുണ എല്ലാവരിലേക്കും പ്രവഹിക്കണം. കുർബാന സ്വീകരിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണ ഒരു കണ്ടീഷൻ അത് നിലനിൽക്കുന്നതാണ്. അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ വിലയും മൂല്യം ഇല്ലാണ്ട് പോകുമല്ലോ. അപ്പോൾ വളരെ ഗൗരവമായ രീതി കർത്താവിൻ്റെ കരുണ മറക്കുന്ന രീതി നമ്മൾ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ പണ്ട് മാറ്റി നിർത്തിയിരുന്നോ സഭയിൽ? നിർത്തിയിരുന്ന ചരിത്രം ഉണ്ടെങ്കിൽ അത് തെറ്റാം. മാറ്റി നിർത്താൻ പാടില്ല. കരുണയാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവവിശേഷമുള്ള കാര്യം. നമ്മൾ എല്ലാ തലങ്ങളിലും ആവിഷ്കരിക്കേണ്ട. അല്ലാതെ കാനൻ നിയമം പഠിച്ചിട്ട് നിയമാനുഷ്ഠാനം അനുസരിച്ച് നിയമാനുഷ്ഠാനം ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മൂപ്പ് പൊച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. കർത്താവിൻ്റെ കരുണയാണ് പ്രകടമാകേണ്ടതില്ലായിരുന്നു. എല്ലാ തലങ്ങളും പ്രകടമാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അഴിച്ചുവിട്ട് എല്ലാം അരാജകത്തിൽ പോകണമെന്നല്ല. മനുഷ്യ വ്യക്തിയോട് കരുണയുണ്ടാവുക എന്നുള്ളത് മാറ്റമില്ലാത്തൊരു സത്യമായ സഭയെ നിലനിൽക്കേണ്ടതാണ്. അവനൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ നമ്മളെ ഒന്ന് സമീപിക്കണം, അജപാല ശുശ്രൂഷയിലാണ് നിൽക്കുന്നതെങ്കിൽ അവനോട് എടുത്തിയാടി പീഡിപ്പിച്ച് വിരട്ടി വിടുന്നത് ശരിയല്ല. അവൻ ഭയപ്പെട്ടാ വരുന്നത്. വന്നാൽ വിചാരിച്ചൻ എന്നാ പറയുമായിരിക്കും, എൻ്റെ ദൈവമേ, ഭയപ്പെട്ട് മുട്ട് കൂട്ടിയിടിച്ചാൽ വരുന്നത് എന്തെങ്കിലും കാര്യത്തിൽ. ഒരു പക്ഷേ അവനെല്ലാം കയ്യിൽ തെറ്റുകൊണ്ടായിരിക്കും വന്ന് ഭവിച്ചിരിക്കും. ഒരുപക്ഷെ അവനൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഒരുപക്ഷെ വിശ്വാസ സഭയിൽ പെടാത്ത ആളുടെ കാര്യം പറയാനായിരിക്കും വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഉടനെ അവൻ്റെ മുഖത്ത് എടുത്തിയാടി പേടിപ്പിച്ച് വരട്ടി പോകുകയെന്ന് പറഞ്ഞാൽ എന്ത് നന്മയാണുള്ളത്? നേരെ മറിച്ച് കരുണാർദ്രമായിട്ട് അവൻ്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് മോനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, സഭയിൽ ഇന്ന പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. നീ ബന്ധപ്പെട്ടയാൾ വിശ്വാസമില്ലാത്ത സമൂഹത്തിൽപ്പെട്ട ജാതിക്കാരാണ്. പക്ഷേ ഇവിടെ ഉണ്ട് കത്തോലിക്ക സഭയ്ക്ക് അതിന് കാനൻ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ വഴികൾ ഇതൊക്കെയാണ്. നീ ഒരു അപേക്ഷ അയച്ചു ഞാറക്കവൻ്റെ കിട്ടാൻ മെത്താൻ അതിന് കൽപ്പന തരും. അതുകൊണ്ട് അതിന് വഴികളൊക്കെ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അവനെന്തൊരു ആശ്വാസം. ഒന്നുമില്ല, അച്ഛനെന്നെ കേട്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായില്ലേ? അതിന് പകരം പേടിപ്പിച്ച് വിറപ്പിച്ച് അവന് വിരട്ടി വിട്ടാലോ ഒരാത്മാവിനുണ്ടാകുന്ന ദുഃഖവും വേദനയും സത്യത്തിൽ എന്ത് ഭയങ്കരമായിരിക്കണം ആഴ്ച നോക്കി. അതുകൊണ്ടാണ് കരുണ എന്ന് പറയുന്ന സംഗതി എല്ലാ രംഗങ്ങളിലും അജപാലകർക്ക് മാത്രമല്ല സഭയോട് ചേർന്നിട്ട് എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. എല്ലാ തലത്തും നിയമങ്ങളോട് ചേർന്നും സിമിത്തേരിയോടോ കല്ലറയോടോ ഏതൊരു കാര്യത്തിനും എന്താ ബന്ധപ്പെട്ട് നമ്മുടെ ഇടവയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതും നാം മനസ്സിലാക്കേണ്ട. അവിടെ മുഖമുദ്രയായിട്ട് നിൽക്കേണ്ടത് കരുണയാണ്. ഇപ്പം കർശന ശിക്ഷാ നടപടിയൊക്കെ ഉണ്ട് സഭയിൽ. ആ ശിക്ഷാ നടപടിക്കൊക്കെ ഒരു പ്രത്യേക ഡയമെൻഷൻ കൂടിയുണ്ട്. നമ്മുടെ ശിക്ഷാ നടപടികളൊക്കെ ശിക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, നശിപ്പിക്കാനല്ല, ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അനുതാപവും ആത്മാർത്ഥതയുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. അനുതാപത്തിനും ആത്മാർത്ഥതയും. ഇപ്പം ദേവാലയ ശുശ്രൂഷകരത് വിളിച്ചു കൂട്ടി. എന്നാ അറിഞ്ഞു, അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരാണ് വാസ്തവത്തിൽ പോയിട്ട് ബാക്കി പൂജാഗതികളൊക്കെ തകർക്കാൻ ഇടയായത്. അപ്പം മതപരമായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് യഹോവയ്ക്ക് യോഗ്യമായ രീതിയിൽ നടപടിക്രമം എടുക്കാനായിട്ട്
ഹെസക്യ രാജാവിന് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലേവ്യ പുരോഹിത ഗണത്തെ അത് വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സംവിധാനം ഏർപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ വേണ്ടി. പലപ്പോഴും സംഭവിക്കാൻ പറയേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദേവാലയത്തിൽ നിന്ന് മോഷണം പോകുന്നുവെങ്കിൽ അതിനകത്ത് ഒരു കാരണം ദൈവത്തെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആവശ്യമായ അലവൻസ്, ശമ്പളം, ജീവിത സന്ധാരണത്തിന് കൊടുക്കാത്തതാണ് എന്ന കാര്യം പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വഴക്ക് പറയാൻ വരേണ്ട, അത് സത്യം തന്നെയാണ്. ദേവാലയത്തിൽ ബന്ധപ്പെട്ട ആൾക്കാർ ആരായാലും ശരി, അത് കപ്പിയാരെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വില കളഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ കുടുംബം ജീവിക്കണ്ടേ, കുടുംബം കഴിയണ്ടേ, എത്ര മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടി വരും. രാത്രി 3 മണിക്ക് എണീറ്റ് വന്ന് വേണമായിരിക്കും ചിലപ്പോൾ എല്ലാം വഴിവേ അച്ഛൻ 6 മണിക്ക് ഖുർആനെല്ലാം എല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഏതവസരത്ത് റെഡിയായിട്ട് നിൽക്കേണ്ടതുണ്ട്. അതായത് വെഞ്ചരിക്കാൻ പോകാനോ ഏതെങ്കിലും കാര്യത്തിലുള്ള എപ്പോഴും റെഡിയായിട്ട് നിൽക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ശുശ്രൂഷകൾക്ക് ആവശ്യമായ അലവൻസ് കൊടുക്കാൻ ഒരുപക്ഷെ ഒരു നിയമ സംവിധാനം നമുക്കുണ്ട്. അതിനനുസരിച്ച് ഇത്രയൊക്കെയുള്ള നിയമം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് നിർണ്ണയിക്കുന്ന ആ ചട്ടപ്രമാണമുള്ള പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇടവകയിലെ മനുഷ്യർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ ജീവസന്ധാനത്തിന് ആവശ്യമായാലും കൊടുക്കേണ്ടതല്ലേ? ഇവിടെയൊക്കെയാണ് കരുണ പ്രകടിപ്പിക്കേണ്ടത്. അവർ ചെയ്യുന്ന ജോലി എന്താ? ആൾത്താര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വൈദികം ചെയ്യുന്ന ജോലി ചേർന്ന് നിൽക്കുന്നയാളാണ്. അവർ മാന്യമായി ജീവിക്കണ്ടേ, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അവർ പെൺപിള്ളേരെ കെട്ടിച്ചു വിടണ്ടേ. ഇവിടെയൊക്കെ ചെയ്യുന്ന ആരുടെ പ്രത്യേക അനുവാദം വേണോ? അവരുടെ പെൺകുട്ടി കപ്പിയാരും അവരുടെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു തുക പള്ളിയിൽ നിന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആരുടെ അനുവാദം വേണ്ടി? ഒരു മേലത്തന്നെ അധികാരത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടതാണ്. ആളുകളെ പഠിപ്പിക്കണം, ബന്ധപ്പെട്ട് നിൽക്കുന്ന പഠിപ്പിക്കണം. ഇവൻ ചെയ്യുന്ന ജോലി മഹനീയമായ ജോലിയാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു പുച്ഛമുണ്ട് പലപ്പോഴും. ദേവാലയ സ്ത്രീകൾ ഒരു പുച്ഛത്തിൻ്റെ ആവശ്യമില്ല. അവൻ ചെയ്യുന്നത് സ്വർഗീയമായ മാലാഖമാരുടെ ജോലിയാണ്. അത് പേ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ലേവ്യരെ പുരോഹിതരെ വിളിച്ചു കൂട്ടിയിട്ട് സാമ്പത്തിക സംവിധാനം ഏർപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ ആവശ്യമായ. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹം സംഭാവനകൾ ആവശ്യപ്പെട്ട് ജനത്തോട് തരാൻ പറയും. സംഭാവന ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ എസക്കിയാരെ സംഭാവന ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ആവശ്യത്തിൽ അധികമായിട്ട് സമ്പത്ത് വന്നു കഴിയും. ഇതൊരു സത്വമാണ്. നമ്മൾ പലപ്പോഴും ഓരോ കാര്യത്തിനും വേണ്ടി പിരിവേ എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ വിളിച്ച് പറയാൻ മനുഷ്യന് അലോരസമാണ്. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ പോരെ? ജനത്തിന് നന്നായിട്ട് അറിയാവുന്നേ, വിദ്യാഭ്യാസമുള്ള ജനമായത്. അവിടെ ചെന്ന് കാല കൂട്ടി സർവ്വസഭയും കൂടെ അറിയിപ്പെന്ന് പറയാൻ മുഴുവൻ പിരിവ്. അത് എന്തിനിങ്ങനെ പറയുന്നത്? ഞാനിപ്പോൾ പള്ളിയിലേക്ക് പറയാറുണ്ട്, ഒരു വാക്ക് ഒരിക്കലും ഉപയോഗിക്കില്ല, പിരിവ്. ഇവിടെ പിരിവെന്ന പരിപാടിയില്ല. പിന്നെ എന്താ വേണ്ടി? ആവശ്യത്തിലധികം പണം നിങ്ങൾ തരുന്നുണ്ട്, ഇന്നിടത്ത് ഇനി ആവശ്യമുണ്ട്, ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അവരഹമഹയ വിശാലെന്ന് പറഞ്ഞ് തന്ന അനുഭവം ധാരാളമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ അജപാല രംഗത്തോട് വല്ലാത്തൊരു വീഴ്ച. പിരിവെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. പിരിവ് വേണ്ടെന്നാലും പറയുന്നില്ല. ഇത് ആരംഭിച്ച പൗലോസ്ലീഹ, ഞാൻ വരുന്നതിന് മുമ്പ് പിരിവൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഞായറാഴ്ച തന്നെ നിങ്ങൾ പാവങ്ങൾക്കുള്ള തുക മാറ്റി വെച്ചേക്കണം, ഞാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുപോകാന്ന് പറയും. കോർന്നോസ്കാരം 1:16 അധ്യായത്തിന് ആരംഭം തുടങ്ങുന്നത് അങ്ങനെയല്ലേ? പൗലോസ്ലീഹ അത് ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല. മനുഷ്യൻ്റെ പണം ആവശ്യമാണ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും. അപ്പോൾ അത് എടുക്കുന്ന രീതിയുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഹെസക്കിയാ രാജാവ് ഈ കപ്പ്യാരന്മാർക്ക്, ലേവായന്മാർക്ക്, മറ്റവർക്കൊക്കെ ആവശ്യമായ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വരുമാനം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായുള്ള ദേവാലയത്തിന് പറ്റാത്തതുകൊണ്ട് ജനത്തോട് സംഭാവന തരാൻ പറഞ്ഞ് സംഭാവനയും വന്നു കഴിഞ്ഞപ്പോൾ അത് ആവശ്യത്തിലധികമായി. ഇത് നാം പഠിക്കേണ്ട ഒരു പാഠമാണ്. അതുകൊണ്ട് ജനം നിറഞ്ഞ ഭീതിയിലും വിദേശാധിപത്യത്തിൻ്റെ ഭയങ്കരമായ വിഷമതയിലും കഴിഞ്ഞു കൂടുമ്പോഴാണ് ഇവർ ഈ വിശ്വാസം ജീവിക്കുന്നത്. ഇതാണ് അല്ല പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളവರ್ತല്ല, ഭീതി ജീവിക്കുമ്പോഴാണ് ഈ വിശ്വാസം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇല്ലായ്മയിൽ നിന്നാണ് അവർ വാസ്തവത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇല്ലായ്മ എന്ന് പറയുന്നത് അതൊരു പുണ്യം തന്നെയാണ്. ഇല്ലായ്മ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല, കൊടുക്കാനില്ല എന്ന് പറയുന്ന മനുഷ്യൻ പോലും സത്യത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് കഴിയുമ്പം തന്നെ ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവം നമ്മുടെ വിശ്വാസ സമൂഹത്തിലുണ്ട്. അത് നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ഇന്നത്തെ വെല്ലുവിളി FCRA വന്നു കഴിയാൻ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ വരുമാനം ഇല്ലാണ്ടാക്കുമ്പോഴൊക്കെ പറയുന്നത് ഇല്ലാണ്ടാക്കട്ടെന്നേ. അതല്ല നമ്മുടെ ശക്തി പണമേ അല്ല. തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. ഈ പണം ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് കുറേ കൂടി വളരും. അതുകൊണ്ട് അത് പ്രതിരോധ ശക്തികൾക്കെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് പോകുമ്പോൾ നമുക്ക് അതിനെ നേരെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കേണ്ട എന്നല്ല പറയും. അത് വേണം നിയമപരമായിട്ട്. അതേ സമയത്ത് ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഒന്നും എടുക്കേണ്ട, നിങ്ങൾ പണസഞ്ചി എടുക്കേണ്ട, നിങ്ങൾ 2 ജോഡി ചെരുപ്പും വേണം, നിങ്ങൾ വടിയെടുക്കേണ്ട, ദൈവപരിപാലനെ ആശ്രയിച്ച് പോകാൻ കർത്താവ് പഠിപ്പിച്ച പാഠം.
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ വലിയ നേട്ടമായിട്ട് വരികയില്ലേ. ആന്തരിക സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ടോ? ബലിയിൽ പങ്കെടുത്തിട്ട് ആഘോഷമായ പാട്ടുകുർബാനയിൽ പങ്കെടുത്ത് നല്ല മനോഹരമായ ഗായകസംഘം സുന്ദരമായിട്ട് പാടി ആദ്യം തൊട്ട് അവസാനം വരെ നിർമ്മനിമഗ്നനായിട്ട് നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കൊള്ളാം, നല്ല പാട്ടുകാർ, നല്ല ഗായകനായ അച്ഛൻ, ഇതൊക്കെ പറഞ്ഞേച്ച് പോകുമ്പോൾ ഓർക്കണം, നിനക്ക് ആന്തരിക സ്വാതന്ത്ര്യം കിട്ടിയോ? അതുകൊണ്ട് നിന്റെ മനസ്സാക്ഷിയിലേക്ക് ഈശോ കടന്നു വന്നോ? നിന്റെ ആത്മാവ് തുടിക്കുന്നുണ്ടോ ദൈവത്തിനും കേട്ടതിൻ്റെ? നീ പോയി കഴിയുമ്പോൾ നീ ചെയ്യാൻ പോകുന്ന ജോലിയിൽ നിന്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബലി പങ്കെടുത്ത് വിജയിച്ചു. അല്ല നീ ആ ഗായക സംഘത്തിന് മാർക്കിട്ടോ പാട്ട് പാടാൻ അച്ഛന് മാർക്കിടും ഒരു കാര്യവുമില്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അസീറിയക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് ഇവിടെ ഒരുങ്ങിയാണ്. അപ്പോൾ സമറിയാക്കാരെ പതനത്തിന് ശേഷം അന്നത്തെ കാലത്ത് പലസ്തീന നാട്ടുരാജ്യങ്ങളായിട്ട് വന്നു മുതൽ കപ്പം കൊടുത്ത് സാർഗൻ്റെ കപ്പം കൊടുത്തുകൊണ്ട് കഴിയുന്ന ഘട്ടമാണ്. അതായത് ഭൗതികമായിട്ട് ഇല്ലായ്മയുടെ ഘട്ടത്തിലാണ് എസെക്കിയാ രാജാവ് ഈ ശക്തമായ വിശ്വാസ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ വിധേയത്വത്തിൽ അതിൻ്റെ ശേഷം കണ്ടല്ലോ ഈജിപ്തിലെ ഒരു രാജാവ് വന്നു, ആഹാസ് 716 മരിച്ചു. ഈജിപ്തുകാരായ പിയാങ്കി എന്ന് പറയുന്ന രാജാവ് കടന്നു വന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഈ വലിയ ശക്തമായ രാജാക്കന്മാരുടെ കണ്ണവാൻ പിയാങ്കി എന്ന് പറയുന്ന രാജാവ് സഖ്യത്തിനായി ക്ഷണിച്ചു. പക്ഷേ അന്നേരം എന്നായത് സാർഗൻ 711 കടന്നു വന്നപ്പോൾ നേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിട്ടു തന്നു, ഏതൊക്കെയാ രാജാവ് വിട്ടു, അങ്ങോട്ട് പങ്കെടുക്കാനായിട്ട് പോയില്ല. അപ്പോൾ എന്നായതു, അന്നത്തെ കാലത്താണ് ഏശയ്യ കടന്നു വരുന്നത്. വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധി നടുവിലാണ് കടന്നു വരുന്നത്. ഏശയ്യ അങ്ങനെ പറഞ്ഞ നിഷ്പാതകനായി അല്പം വസ്ത്രമാരും ധരിച്ചു എന്ന് പറയാൻ നഗ്നനായി അത് പട്ടണത്തിന് നടുവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏശയ്യ ചാപ്റ്റർ 20 എടുത്ത് നോക്കാൻ മനസ്സിലാക്കാൻ കഴിയും. എന്താ ഒരടയാളം, ഒരു പ്രതീകമാണ്. അതായത് നിങ്ങൾ നഗ്നരാക്കപ്പെടാൻ പോകുന്നു, വരാൻ പോകുന്നു. വിശ്വാസത്തിൽ വെടിയോർച്ച ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ തകർത്തുകളെ നിങ്ങളെ ബാബിളിലേക്ക് കൊണ്ടുവന്ന് പറയുന്ന ഒരു സൂചനയായിട്ടാണ് പ്രവാചകന്റെ പ്രതീകാത്മകമായ ഈ പ്രവർത്തനം ആ ഭാവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നവീകരണം തുടർന്നു. അതുകൊണ്ട് ഈ പറയുന്ന സഖ്യകക്ഷിയിൽ നിന്ന് ചെയ്യുന്ന പറാക്കുമുണ്ട്. അദ്ദേഹം നവീകരണം തുടരുകയുണ്ടായി. സന്നാച്ചെരു BC 705 സാർഗന യുദ്ധത്തിൽ മരിക്കുകയുണ്ടായി. അത് അവിടെ മരിക്കുക. പിന്നെ മകൻ സന്നാച്ചെരിബ്, അടുത്ത സന്നാച്ചെരിബ് രാജാവായി. അപ്പോൾ അന്ന് സംഭവിക്കുന്ന സംഗതി, അത് അസീരിയ എന്ന് പറയുന്ന രാജ്യം ശക്തമായിട്ട് എതിരായിട്ട് വരിക. അവർ സഖ്യത്തിൽ ചേരാതിരുന്നുകൊണ്ട്, അപ്പം സഖ്യത്തിൽ ചേരാതിരുന്നുകൊണ്ട് സന്നാച്ചെരിബ് കുറേ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചു, ശക്തമായ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ജലം പോലും കിട്ടാത്ത അവസരം വന്നപ്പോഴാണ് തുരങ്കം സൃഷ്ടിച്ചത്. നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാൽ കാണാമെങ്കിൽ ഒരു തുരങ്കം, അതായത് കെദ്രോൻ നദിയുടെ തീരത്ത് നിന്ന് അടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി ശ്രീലോഹ കുളത്തിൽ വന്ന് വെള്ളം വന്ന് നിറയ്ക്കത്ത ഒരു തുരങ്കം സൃഷ്ടിച്ചത് ഈ രാജാവാണ്. അതിൻ്റെ ഇപ്പോഴത് കിടപ്പുണ്ട് തുരങ്കം. നമുക്ക് ആ തുരങ്കത്തിനകത്ത് ഇറങ്ങി നിൽക്കാം, വെള്ളം കുത്തി ഒഴുകുന്നു, അതിനകത്ത് ഇറങ്ങി നിൽക്കുക, കുളിക്കുകയൊക്കെ ചെയ്യാവുന്ന വാസ്തവത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ പഠിച്ച ഘട്ടങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ആ തുരങ്കം സൃഷ്ടിച്ചത് ഈ ആഹാസ് രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 400 മീറ്റർ നീളം തുരങ്കം. ഈ സന്നാച്ചെരിബ് 44 നഗരങ്ങളെ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഏശയ്യ 1 പറയുന്ന കാര്യങ്ങളല്ലോ, ഹെസക്കിയായുടെ നിലപാട് അത്ര അപകടത്തിലായി. സന്നാച്ചെരിബ് പ്രതികാര നടപടികൾ തുടങ്ങിയതിനെക്കുറിച്ചാണ് ഏശയ്യ 1:6-9 പറഞ്ഞു വരുന്നത്. പ്രവാചകന്മാർ ഇതിനോട് ബന്ധപ്പെട്ടായി പ്രവചനമൊക്കെ പറയുന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 1500 പേരുടെ അസ്ഥികൂടങ്ങൾ ലാഖീഷ് നഗരത്തിൽ കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകർ കഴിഞ്ഞു. കാരണം ഈ പറയുന്ന രാജാവ്, അസീറിയൻ രാജാവ് കൊന്ന് കൊല വിളിച്ചതാണ് 1500 പേര്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സെന്നാച്ചെരിബ് ദൂതന്മാരെ അയക്കും ഇങ്ങോട്ട്. എന്തിനാണെന്നറിയോ? സമന്ത രാജ്യമാണ്, അതുകൊണ്ട് സമാധാനത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ രാജാവ് കീഴടങ്ങാൻ വേണ്ടി അയച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്തു? അത് എക്രോൺ രാജാവും തടവനിൽ പിടിക്കപ്പെട്ട ആളവിടെയുണ്ട്. ഇവരെയൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് 2 പേരെ തിരിച്ചു വിട്ടു അവരോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്നാ സംഭവിച്ച്, ആ ജെറൂസലേക്ക് അവർ ഭയങ്കരമായി അവഹേളിച്ച് അങ്ങനെ രാജാവിനെ കണ്ടമാനമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല രാജാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രകോപനത്വപരമായിട്ട് പെരുമാറി. അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് അന്നത്തെ ഈജിപ്ത് സഖ്യം എന്ന് അതിന് മനസ്സിലായി. കാരണം സമയത്ത് ഹെൽപ്പില്ല, സഹായം കിട്ടാൻ ഹെൽപ്പില്ലാത്തൊരവസരം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈപിടിഞ്ഞു എന്ന അവസരം പറഞ്ഞപ്പോൾ അത് അസീറിയയുടെ മാപ്പ് ചോദിക്കാൻ അങ്ങ് തീരുമാനിച്ച് ആ വിധത്തിൽ അദ്ദേഹത്തിന് ഇടപെട്ടു എന്നുള്ളതാണ്. അവിടുന്ന് വന്ന 2 പേരും, റബഷ്കെ എന്ന് പറയുന്ന ആളും
ഒപ്പം തന്നെ മറ്റ് ഒരു വ്യക്തി, അങ്ങനെ രണ്ട് ദൂതന്മാരെ അയച്ചതോടുകൂടി അപ്പോൾ എന്താ ചെയ്യുന്നത്, നിന്ദനം ചൊരിഞ്ഞവരെ, പട്ടിണിയും ഭീഷണിയും ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തിൻ്റെ ഭീഷണി കൊണ്ടുവന്നപ്പം അവരുടെ ഹെസക്കിയ എന്നാ ചെയ്തു, ആ ടൈമിൽ വല്ലാത്ത സാഹചര്യം, രാജ്യം മുഴുവൻ അവർ നയിക്കുന്നത് കണ്ടപ്പം ഹെസക്കിയ ചെയ്തെന്നറിയാം, അദ്ദേഹം അനുതാപത്തോടെ പരിഹാരം ചെയ്തു, ചാക്കൊടുത്ത് പരിഹാരം ചെയ്തു. നിർണായകമായ ഘട്ടങ്ങളിൽ, നിസ്സഹായമായ അവസരങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പം വിരുങ്ങെന്ന് വരുമ്പോൾ ചെയ്യേണ്ട പരിപാടി ഇത് തന്നെയാണ്. അനുതാപത്തോടുകൂടി, അന്ന് ചാക്കൊടുക്കും, ആരും ചാക്കൊന്നും കൊടുക്കേണ്ട, അനുതാപത്തോടുകൂടി വിനയാന്വിതമായി ദൈവത്തെ ആശ്രയിക്കുകയാണ് വേണ്ടി. അപ്പോൾ ഏഷ്യായും എന്നാ ചെയ്തു, ദൂതന്മാരെ അയച്ചു. കർത്താവ് തന്നെ അസീറിയ രാജാവിനെ ഭയചകിതനാക്കുമെന്ന് ഏഷ്യ മറുപടി പറയും. നിങ്ങളൊന്നും പേടിക്കേണ്ട, ഈ പറയുന്ന ദുഷ്ടനായ രാജാവിനെ കർത്താവ് തന്നെ ഭയചകിതനാക്കുമെന്ന് ഏഷ്യ പറഞ്ഞ രാജാവിന് ശക്തി കൊടുത്തു. അപ്പോൾ എന്നാ ചെയ്തു, വീണ്ടും ദൂതന്മാരെ അയച്ചു, സെന്നാച്ചെരുവ് വീണ്ടും ഇങ്ങോട്ട് അയച്ചിട്ട് ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കീഴ്പ്പെടുത്താനൊന്നും പറ്റിയില്ല. അദ്ദേഹം ഈ പറയുന്ന കത്താൻ സന്ധി മനമുരുകി പ്രാർത്ഥിച്ചെന്ന് പറയും. മനമുരുകി പ്രാർത്ഥിച്ച വിഷയം എന്തായിരുന്നു? ആ വിഷയം ഞങ്ങൾക്ക് രക്ഷ നൽകണമേ എന്നല്ല പറഞ്ഞത്, നിന്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഹെസക്കിയ പലർക്കും മാതൃകയാവുന്ന അങ്ങനെ, ദൈവമേ ഞാൻ സ്തുതിക്കുന്നതിനെ മഹത്വപ്പെടുന്നു, നീ സർവ്വശക്തനാണ്, ദൈവ സ്തുതിപ്പാണ് നടത്തിയ അവസരത്തിൽ. അപ്പോൾ പിന്നെ നാം കാണുന്നത് ഒരു വലിയ തോറ്റോടുന്ന രീതിയിലുള്ള ഒരു പരിഹാസ കീർത്തന ഏഷ്യ ക്രമീകരിച്ചയച്ചാണ്. ഒന്നും പേടിക്കണ്ട, ഈ രാജാവ് തോറ്റോടും. അങ്ങനെ ഒരു പരിഹാസ കീർത്തനം രൂപീകരിച്ചു. അപ്പോൾ 2 വർഷം വറുതി എവിടെ ഉണ്ടായി, 3-ാം വർഷം നെൽകൃഷിക്ക് സമൃദ്ധി ഉണ്ടായി. അപ്പോൾ യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്ന രാജ പ്രവാചകങ്ങളുടെ ശക്തിയായിട്ട് പറയും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു തീമാണ് സാൽവേഷൻ ഓഫ് ദി റെമനന്റ്, ഒരു അവശിഷ്ട വിഭാഗത്തിൻ്റെ രക്ഷ, അതിലൂടെ മറ്റുള്ളവരെയും രക്ഷ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യം വന്നാലും ശരി എല്ലാവരെയും നശിപ്പിക്കണം, തകർക്കാൻ പറ്റും. ദൈവം ഒരവശിഷ്ട വിഭാഗത്തെ തനിക്കായിട്ട് മാറ്റി നിർത്തിയിരിക്കും, അവരിലൂടെ മറ്റുള്ള രക്ഷ കടന്നു വരും. ഇവിടെ എന്നാ സംഭവിച്ചത്, അത് ഒന്ന് ആ ഭയങ്കരമായ ഭയപ്പെട്ട് വന്നതുകൊണ്ട് മല പേടിച്ച് വന്ന പോലെ ഏതാണ്ട് എലി വന്നതുപോലെ പോയി അങ്ങോട്ട്. പ്രത്യേകിച്ചും അതായത് ആ എന്നാ സംഭവിച്ച് പട്ടാളക്കാരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിരുന്ന വലിയ ഭയങ്കരമായ ഒരു ഇത്രയും ആയിരക്കണക്കിന് പട്ടാളങ്ങാനും ഒന്നിച്ചു കൂടിയിരുന്ന അവരുടെ സ്ഥലത്ത്, അവർ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത്, പാളയത്തിനുള്ളിൽ നേരം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് മരിച്ചു കിടന്നു. ഫുഡ് പോയിസൺ അതായിരിക്കും. അവിടെ ഭയപ്പെട്ടു പോയി. അവിടെ ഒന്നും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ദൈവം ശിക്ഷ കൊണ്ടുവരുന്നത്. പ്രകൃതിയുള്ള ശിക്ഷ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം ഭയപ്പെട്ട് തോറ്റോടി. അവർ വിചാരിച്ചു ഇവിടെ ഇസ്രായേൽക്കാരുടെ ദൈവം ഒന്നും ചെയ്തൊന്നുമല്ല, ആ ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടത്. അപ്പം അവരെ കീഴടക്കാനുള്ള വെപ്രാളിന് അവർ പോയി സെന്നാച്ചെരുവ് സ്ഥലം വിടുകയും ചെയ്തു. പിന്നെ എന്നാ ചെയ്യുന്നത്, സെന്നാച്ചെരുവ് പിന്നെ കുറച്ച് നാളുകൾക്ക് ഭരിച്ചെങ്കിലും ശരി, അദ്ദേഹത്തിന് 2 പുത്രന്മാരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പുറകെ കൂടി ചെന്നത് കുത്തി മലർത്തി കൊല്ലുക ഉണ്ടായി. അപ്പം അങ്ങനെയാണ് ദുഷ്ടന്മാരുടെ അവസാനം മനസ്സിലാകാം. അത് ഓരോ അവസരത്തിൽ നമ്മൾ പേടിക്കണം, ദുഷ്ടരെ പേടിക്കേണ്ട കാര്യമില്ല. അവർ ചെന്ന് അവസാനിക്കുന്നത് തമ്പുരാൻ്റെ പദ്ധതിയിൽ ഇപ്രകാരമായിരിക്കും. BC 681 അത് മരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് വിശ്വാസത്തിന് മാതൃകയായിട്ട് ഹെസക്കിയാവ് നിൽക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നു, ഭീതിയും ദുഃഖവും ഒക്കെ കർത്താവിൽ അർപ്പിച്ച സഹായം അപേക്ഷിക്കുന്നു, അസാധ്യമാണെന്ന കാര്യം ദൈവം സാധ്യമാക്കി കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ശത്രു എലി പോലെ പോയി, മല പോലെ വന്നു. അപ്പം എന്നാ മനസ്സിലാക്കേണ്ട കാര്യം, തന്നിൽ വിശ്വസിക്കുന്നവനെ സംരക്ഷിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഹെസക്കിയ രാജാവിൻ്റെ ജീവിതം വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം. നല്ല രാജാവ് ഇന്നും നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.